കർത്താവിൻ്റെ അഭിഷക്തന്മാർ താഴ്മയോടെ വിനയത്തോടെ സ്റ്റേജുകളിലൊന്നും സ്ഥലമൊന്നും അന്വേഷിക്കാതെ ഇന്ന് രാത്രി ഇതിനകത്തിരുന്ന് ദൈവവചനം കേൾക്കുന്നുണ്ട്. എല്ലാവർക്കും പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർക്കെല്ലാം ഒരിക്കൽ കൂടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇന്ന് രാത്രി നിങ്ങൾ ഈ കോമ്പൗണ്ടിനകത്ത്, ഈ ഹോളിനകത്തേക്ക് കയറിയപ്പോൾ തന്നെ സ്വർഗം നിങ്ങളുടെ ഫയല് തുറന്നു കഴിഞ്ഞു. ആമേൻ. ഇപ്പോൾ നിങ്ങൾ ഇതിനകത്ത് കാല് ചവിട്ടിയപ്പോൾ തന്നെ സർവശക്തനായ ദൈവത്തിൻ്റെ ഓഫീസ് നിങ്ങളുടെ ഫയല് തുറന്നു വെച്ച് കഴിഞ്ഞു. എന്തൊക്കെ അനുഗ്രഹങ്ങൾ നൽകണം, ഏതൊക്കെ വിഷയത്തിൽ ദൈവം ഒപ്പിടണം, ഏതൊക്കെ വിഷയത്തിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം, ഏത് പ്രാർത്ഥനകൾക്ക് ഇന്ന് രാത്രി മറുപടി തരണം, അതെല്ലാം ഇന്ന് രാത്രി ഡിക്ലെയർ ചെയ്യുന്ന രാത്രി. ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു. ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഈ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആരാധിക്കുന്ന അഭിഷക്തനെ, ആരാധിക്കുന്ന ദൈവദാസിയെ, നിന്റെ ഫയലിനകത്ത് തമ്പുരാന്റെ കരം ചലിക്കുകയാ. നാളിതുവരെ മറുപടി ലഭിക്കാത്ത ചില വിഷയങ്ങൾക്ക് ആമേൻ പറ. അതൊരു പ്രവചന ദൂതായിട്ട് ഇന്ന് രാത്രി ഒന്ന് റിസീവ് ചെയ്തിട്ട് സ്വന്തം തലയിൽ കൈവച്ചു പറ, അതെന്റെ കുടുംബത്തോടാണ് ദൈവം സംസാരിക്കുന്നത്, അതെന്റെ വീടിനോടാണ് ദൈവം സംസാരിക്കുന്നത്. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഒരു വേദഭാഗം വായിച്ചുകൊണ്ട് ഇന്ന് രാത്രി ശുശ്രൂഷകൾ കർത്താവിൽ ആശ്രയിച്ച് ആരംഭിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കാം. റെവലേഷൻ, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങൾ ഞാൻ താക്കോൽ വാക്യമായി വായിക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കാം. യെസ്. ഫിലദൽഫിയ സഭയുടെ ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലും ഉള്ളവനുമായി, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. എല്ലാവരും ശ്രദ്ധിക്കണം. ഇവിടെ ഇരിക്കുന്ന ഫയൽ ദൈവം തുറന്നു വെച്ചിരിക്കുന്ന മുഴുവൻ പേരോടും പറയാ, നിന്റെ ഫയൽ തുറന്നു വെച്ചിട്ട് തമ്പുരാൻ പറയാ, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. തുറക്കാമെന്നല്ല, തുറക്കാൻ സാധ്യത ഉണ്ടെന്നല്ല. ആമേൻ. ചിലപ്പോൾ സാഹചര്യം ഉണ്ടെങ്കിൽ തുറക്കാമെന്നല്ല, നിനക്ക് വേണ്ടി വാതിൽ ദൈവം തുറന്നു കഴിഞ്ഞു. ഒരാമേൻ പറയാൻ കൃപയുണ്ടെങ്കിൽ പറ. ഈ റോഡിന്റെ സൈഡുകളിൽ ഒരുപക്ഷെ ഒരു അർജന്റായ കാര്യത്തിന് വേണ്ടി നീ യാത്രയ്ക്ക് വന്നതായിരിക്കും. റോഡിന്റെ വക്കിലിരിക്കുന്ന ബോക്സിനകത്തൂടെ ഒരു ശബ്ദം നിന്നെ കേൾപ്പിക്കുക, അടഞ്ഞു പോയ നിന്റെ നന്മയുടെ വാതിൽ എന്റെ ദൈവം ഇന്ന് രാത്രി ഇതാ തുറക്കുകയാ. നിനക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം. പക്ഷെ ഒരു ചോദ്യമുണ്ട്, വിശ്വസിക്കാതിരിക്കുന്നത് കൊണ്ട് നിനക്ക് എന്താ ഗുണം? ഇന്ന് രാത്രി ഈ മൈക്കിനകത്തൂടെ കേൾക്കുന്ന നീ വിശ്വസിക്കുന്നില്ല, അതുകൊണ്ട് നിനക്ക് എന്താ ഗുണം? ഒരു ഗുണവുമില്ല. പക്ഷെ വിശ്വസിച്ചാലോ, ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ കണ്ണുകൊണ്ട് നീ ആ നന്മ കാണും. സ്തോത്രം പറ. ആമേൻ. ഇതാ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. വായിക്കാം. അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. 3 കാര്യങ്ങൾ നിന്നെ കുറിച്ച് പറയുന്നത് എന്റെ ദൈവത്തിന് അറിയാം. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, അത് ദൈവത്തിന് അറിയാം. ഇവിടെ ഇരിക്കുന്ന എല്ലാം പറയുന്നുണ്ട്, പക്ഷേ എനിക്കൊന്നും കഴിവൊന്നുമില്ല. അതാ നിനക്കല്ല, ദൈവത്തിനും അതറിയാം. ദൈവത്തിന്റെ മുമ്പിൽ നിന്റെ ഫയൽ തുറന്നിരിക്കുമല്ലോ. നിങ്ങൾക്ക് ആർക്കല്ലേ ഫയൽ എന്ന് പറഞ്ഞ വല്ല മനസ്സിലായോ? ഈ ഫയലിനകത്ത് എഫേസ്യർ 1:4 മുതൽ ഇങ്ങോട്ട് കിടക്കുക. എന്താ എഫേസ്യർ 1:4? ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പേ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു. ഫയലിനകത്തോട്ട് നിനക്ക് നിന്റെ ഫയൽ തുറന്നു വെച്ചിരിക്കുന്ന വല്ലതും പിടി കിട്ടിയോ? നീ ഒരു പിണ്ണാകാരമായിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ നിനക്ക് ഒരു ഷേപ്പും ഇല്ലാതിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ നീ കറുത്തതാണോ വെളുത്തതാണോ എന്ന് അറിഞ്ഞത് തൊലി ഉണ്ടായ പിന്നല്ലേ. ദൈവം നിന്നെ സ്നേഹിച്ചു തൊലി ഉണ്ടാകുന്നതിന് മുമ്പാണ്. തൊലി ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു ഫോംലെസ് ഒരു മാംസ കഷണമായിരുന്നപ്പോൾ തമ്പുരാന്റെ ഫയലിനകത്തുണ്ട്. ആമേൻ.
നിനക്ക് പേരിടുന്നതിന് എക്ലിസിയാസ്റ്റിക് സഭാപ്രസംഗം 6:10 നിനക്ക് പേരിടുന്നതിന് മുമ്പ് ദൈവം നിന്റെ പേര് ഫയലിൽ എഴുതി. അമേൻ. നിന്റെ പേര് ഏബ്രഹാം എന്നോ നിന്റെ പേര് ഷാജി ഫോണെന്നോ അല്ലെങ്കിൽ പാസ്റ്റർ പെസ്തോ, അതൊക്കെ ഇവിടെ നമുക്ക് ഇട്ട പേരാ. പക്ഷേ തമ്പുരാൻ അതിനു മുമ്പ് നിന്റെ പേര് എഴുതി ഫയലിൽ. അമേൻ. ആ ഫയലാ തുറന്നു വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിനെല്ലാം അറിയാം. ആ ദൈവം പറയാണ്, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എന്ന് എനിക്കറിയാം. അത് വായിക്കാം. എങ്കിലും നീ എന്റെ വചനം കാത്തു. അതാണ് കുന്നത്തുകാലിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് ഒരു വ്യക്തമായ ദൂത് പറയുന്ന വാതിൽ എന്തുകൊണ്ടാണ് തുറന്നതെന്നറിയാമോ? നിന്റെ കുടുംബത്തിൻ്റെ മഹിമ കണ്ടിട്ടല്ല, നീ വന്ന കാറിൻ്റെ വലിപ്പം കണ്ടിട്ടല്ല, നിന്റെ വീടിൻ്റെ വലിപ്പം കണ്ടിട്ടല്ല, നിന്റെ ബാങ്ക് ബാലൻസ് കണ്ടിട്ടല്ല, എൻ്റെ വചനം നീ കാത്തത് കൊണ്ട്. ഇന്ന് ഇവർ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് പറയാ, അങ്ങ് ദൂരെ കേൾക്കുന്നവരോട് പറയാ, ഒന്നും നീ ചെയ്തില്ലെങ്കിലും ഈ ബൈബിളിനകത്തൊരു വചനമുണ്ട്, ഞാൻ പറഞ്ഞു തരാം. ശ്രദ്ധിച്ചു കേട്ടോ. ഈ വചനം എങ്ങനാ? എൻ്റെ വചനം കേൾക്കുന്നവൻ ഭാഗ്യവാൻ. എത്ര പേർ ഇന്ന് രാത്രി ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ പറയാം, ഇത് കേട്ടാൽ നീ ഭാഗ്യവാനാ, അതനുസരിച്ചാൽ നീ ഡബിൾ ഭാഗ്യവാനാ, അതിനു വേണ്ടി നിന്നെ വിട്ടുകൊടുത്താൽ നിന്റെ ആയുസ് മുഴുവൻ നീ ഭാഗ്യവാനാ. എന്റെ വചനം നീ കാത്തു. നമ്പർ 3 അടുത്തതാ. എന്റെ നാമം നിഷേധിച്ചിട്ടുമില്ല. എന്റെ നാമം നീ നിഷേധിച്ചില്ല. പരിഹസിച്ചവരുടെ മുമ്പിൽ, അപമാനിച്ചവരുടെ മുമ്പിൽ, ട്രോളിയവരുടെ മുമ്പിൽ, വിമർശിച്ചവരുടെ മുമ്പിൽ ഒരിക്കലും നീ കർത്താവിന്റെ നാമം നിഷേധിച്ചില്ല. യഹൂദരല്ലാതിരിക്കെ മതി. ആമേൻ. വായിച്ചു മതി. ആമേൻ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. പക്ഷെ നിന്നെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്, നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നീ നിഷേധിച്ചില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഞാനൊരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആരും അടയ്ക്കാത്ത വാതിൽ. ആമേൻ. ആരും അടയ്ക്കാത്ത വാതിൽ. ഹല്ലേലൂയ. ജീവിതത്തിൽ പല നന്മകളുടെ വാതിൽ അടഞ്ഞു പോയവരും, ദൈവമേ ഒരു വാതിൽ എനിക്ക് വേണ്ടി തുറക്കണമേ എന്ന് ആഗ്രഹിച്ച് കാത്തിരിക്കുന്നവരും ഈ ശബ്ദപരിധിയിലുണ്ട്, ഈ യോഗസ്ഥലത്തുണ്ട്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ മനസ്സുണ്ടെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന വാതിൽ തുറക്കുന്ന ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. അവൻ ഉണ്ടെങ്കിൽ തരുന്നവനല്ല, ഉണ്ടാക്കി തരുന്നവനാണ്. അവൻ ഉണ്ടെങ്കിൽ തരുന്ന ദൈവമല്ല, അവൻ ഇല്ലാത്തിടത്ത് ശൂന്യതയിൽ നിന്ന് ഉണ്ടാക്കി തരുന്ന ദൈവത്തെ. ചില വാക്യങ്ങളൊന്ന് വായിച്ച് കേട്ടിട്ട് വേണം എനിക്ക് വചനത്തിന്റെ ആഴത്തിലേക്കൊന്ന് പോകാൻ. ഹല്ലേലൂയ. ആമേൻ. ഈ തമ്പുരാന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ദൈവം ഒരു വാതിൽ തുറന്നാൽ, ആമേൻ, അത് ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ബർത്തിമായി എന്ന് പറയുന്ന ഒരു കുരുടനായ ഭിക്ഷക്കാരനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുള്ളവരെന്ന് കൈമുക്കിയാട്ടെ. മതി. കേൾക്കാത്തവർ ഇന്ന് കേട്ടു പോവുക. ഈ ബർത്തിമായിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ബർത്തിമായിയുടെ അമ്മ ഒരിക്കൽ ബർത്തിമായിയോട് പറഞ്ഞു, മക്കളെ, നിന്റെ കണ്ണ് തുറക്കുന്ന ഒരാൾ വരും. അവൻ അമ്മയോട് ചോദിച്ചു കാണും. എൻ്റെ ചിന്തയാ, അമ്മേ, എല്ലാവർക്കും കണ്ണു കൊടുത്ത ദൈവം എന്താ എനിക്ക് കാഴ്ച തരാഞ്ഞേ? അപ്പോൾ ആ അമ്മ പറഞ്ഞു, മക്കളെ, അതിന് മറുപടി പറയാൻ എനിക്കറിയില്ല, പക്ഷെ ഇങ്ങനെ പറഞ്ഞെന്നാ എൻ്റെ വിശ്വാസം. മക്കളെ, ഞാൻ വായിച്ച ന്യായപ്രമാണത്തിലെ യെശയ്യാപ്രവചനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, മശിഹ വരുമ്പോൾ കുരുട്ട് കണ്ണുകളെ അവൻ തുറക്കും. വൃത്തിമായി ഒരു ഭിക്ഷക്കാരനാണ്. അവന് വിദ്യാഭ്യാസമൊന്നുമില്ല, തിയോളജി ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷെ അവനും നമ്മളും തമ്മിലൊരു വ്യത്യാസം എന്ന് രാത്രി പറയാം. അതുപോലൊരു ഭിക്ഷക്കാരനാകാനെങ്കിലും മനസ്സുള്ളവരുണ്ടോ? കുന്നത്തുകാലി രക്ഷപ്പെട്ടു. അവൻ ഈ വരുന്നവരും പോകുന്നവരുടെ എല്ലാം അവന് കണ്ണ് കാണത്തില്ലല്ലോ, കുരുടനാണല്ലോ. പക്ഷെ ഈ കാലൊച്ച കേൾക്കുമ്പം അവൻ ചോദിക്കും, ഇതെന്താ 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 ഒച്ച? കാരണം കണ്ണ് കാണത്തില്ല, പക്ഷെ ഇവന് ഒച്ച മാത്രമേ കേൾക്കൂ. ലൂക്കോസ് 18:35 നടന്നു പോകുന്നവരുടെ കാലൊച്ച കേട്ടിട്ട് ബർത്തിമായി ചോദിച്ചു, വാട്ട് ഈസ് ദിസ്? ഇതെന്താ? അത് അവൻ്റെ ബിസിനസ് അല്ല, അത് അവൻ്റെ ജോലിയല്ല. എന്തെങ്കിലും തരണേന്ന് മാത്രം പറഞ്ഞാൽ മതി.
പക്ഷേ he heard the voice of the multitude. ആൾക്കാരിങ്ങനെ നടന്നു പോകുമ്പം കാലച്ച് എന്തിനാ അവൻ ആൾക്കൂട്ടത്തിൽ മാത്രം ശബ്ദം കേട്ട് ചോദിക്കുന്നേ? ഒരുപാട് പേര് പോകുന്ന ബഹളം കേൾക്കുമ്പോൾ എന്തിനാ ചോദിക്കുന്നേ? ഉത്തരം, അവൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, മശിഹ ഒറ്റയ്ക്ക് വരില്ല. മശിഹ വരുമ്പോൾ ഒരാൾക്കൂട്ടം കാണും. നിങ്ങൾ ഓർക്കണം, അമ്മ മരിച്ചുപോയി, പറഞ്ഞ അമ്മ മരിച്ചുപോയി, വർഷങ്ങൾ കഴിഞ്ഞു, പക്ഷെ വാഗ്ദത്തം മരിച്ചില്ല. അവൻ്റെ അകത്ത വാഗ്ദത്തം കിടന്ന് കത്തുക, മശിഹ വരും. മശിഹ വരുമ്പോൾ എൻ്റെ കണ്ണു തുറക്കും. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ്റെ അമ്മ അവനോട് എന്തൊക്കെ പറഞ്ഞു കൊടുത്തു കാണും? അവനെ ആൾക്കൂട്ടം കേട്ടപ്പോൾ ചോദിച്ചത് എന്താ? ഉടനെ അവർ പറഞ്ഞു, നസ്രയനായ യേശുവാ പോകുന്നതെന്ന് പറഞ്ഞു. ഇതൊക്കെ നിങ്ങൾ മർക്കോസ് 10:46, 47, 48 വായിക്കാം. അപ്പോൾ അവൻ വിളിച്ചു, ദാവീദ് പുത്ര. ഒരൊറ്റ വിളിയാ. ഞാൻ ചോദിച്ചു, നസ്രയനായ യേശു പോകുന്നെന്ന് പറഞ്ഞപ്പോൾ ഇവൻ എന്താ ദാവീദ് പുത്ര എന്ന് വിളിച്ചത്? അവർ പറഞ്ഞത് ഇന്നത്തെ യേശുവിനെയാ, പക്ഷെ അവൻ വിളിച്ചത് അവൻ്റെ അമ്മ പറഞ്ഞു കൊടുത്ത ദാവീദ് പുത്രനെയാ. അവൻ്റെ അമ്മ പറഞ്ഞു കൊടുത്തത് യേശുവെന്നല്ല, ദാവീദ് പുത്രൻ എന്നാ പറഞ്ഞു കൊടുത്തേ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിക്കണം. ഹല്ലേലൂയ, ആമേൻ. അവൻ വിളിച്ചു, എല്ലാവരും ശ്രദ്ധിക്കണം. അവൻ വിളിച്ചു, വോയിസ് നമ്പർ 1, ഒന്നാമത്തെ ശബ്ദം. ആമേൻ. അപ്പോൾ അവർ പറഞ്ഞു, ഇത് നസ്രയനായ യേശു. ശബ്ദം നമ്പർ 2. അപ്പോൾ അവൻ ദാവീദ് പുത്ര എന്ന് വിളിച്ചു. ശബ്ദം നമ്പർ 3. അപ്പോൾ ഒരു കൂട്ടർ മിണ്ടാതിരീരാന്ന് പറഞ്ഞു. ശബ്ദം നമ്പർ 4. അപ്പോൾ അവൻ ഏറ്റവും ഉറക്കെ വിളിച്ചു. ശബ്ദം നമ്പർ 5. അപ്പോൾ യേശു നിന്നു അവനെ വിളിക്കാൻ പറഞ്ഞു. ശബ്ദം നമ്പർ 6. അത് കഴിഞ്ഞ് പിന്നെ ഒരു ശബ്ദവുമില്ല. ഒരു ദൂതി ഞാൻ പറയാം, നിന്റെ ചുറ്റും നമ്പർ 1, നമ്പർ 2, നമ്പർ 3 ഒരുപാട് ശബ്ദങ്ങൾ നീ കേൾക്കും. പക്ഷെ യേശു നിനക്ക് വേണ്ടി ശബ്ദം പുറപ്പെടുവിച്ചാൽ പിന്നെ ഒരു ശബ്ദവും പുറത്തു വരില്ല. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വാതിൽ തുറക്കുന്ന ദൈവം, നിനക്ക് വേണ്ടി സംസാരിക്കുന്ന ദൈവം, നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവം, നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എത്ര പേർക്ക് സന്തോഷമുണ്ട്? എൻ്റെ ചോദ്യം, ബർത്തിമായിയുടെ അത്രയും അമേൻ വർഷങ്ങൾ അവൻ ആരാന്ന് ചോദിക്കുക. അമേൻ. കാരണം നസ്രയനായ യേശു വരുമെന്ന് അവൻ വിശ്വസിച്ചു, അവൻ ഉറച്ചു. അമേൻ. ഇന്ന് രാത്രി ഇതിനകത്ത് എത്ര പേരുണ്ട് ഒരു വിടുതൽ പ്രാപിച്ച് ഞാൻ പോകും? ഇന്ന് ഈ അവസാനത്തെ ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്ന ഈ മീറ്റിങ്ങിൻ്റെ ഈ കടശി രാത്രി എൻ്റെ വിടുതലാന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? എൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരം ഇന്ന് രാത്രിയാണെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? യേശു ബർത്തിമായിയെ വിളിക്കാൻ പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൻ തൻ്റെ പുതപ്പിട്ടു, പുതപ്പ് കളഞ്ഞിട്ടാ പോയത്. നമുക്ക് അവനോട് ചോദിക്കാം, റിപ്പോർട്ടർ സ്പീച്ച് ചോദിക്കാം, ബർത്തിമായി നീ എന്തിനാ പുതപ്പ് കളഞ്ഞേ? അവൻ്റെ ഉത്തരം, എന്ത് കളയണം എന്ത് കളയണ്ട എന്ന് തീരുമാനിക്കുന്നത് വിളിക്കുന്നത് ആരാന്നറിയുമ്പോഴാണ്. ആമേ. ചിലരിപ്പോഴും ചിലതൊന്നും കളഞ്ഞിട്ടില്ല, കാരണം വിളിച്ചത് ആരാണെന്ന് മനസ്സിലായിട്ട് വേണ്ട കളയാൻ. വിളിച്ചത് ആരാണെന്ന് മനസ്സിലായേ കളയേണ്ടതെല്ലാം കളയത്തുള്ളൂ. ആമേ. ആൾക്കാരൊക്കെ നിസ്സാരമായിട്ടാണ് പറയുന്നത്. ഒരു പുതപ്പ് അവന് ഇട്ടേച്ചു പോയതാണോ പാസ്റ്റർ പ്രശ്നം? അങ്ങനല്ല. ആ പുതപ്പുണ്ടെങ്കിലേ അവന് ഭക്ഷണമുള്ളൂ. ഭക്ഷണം സമം ഫുഡ്. എന്തുവാ ഫുഡ്? ആ പുതപ്പ് അവൻ്റെ ഫുഡാണ്. ആ പുതപ്പ് അവൻ്റെ ഫുഡാണ്. അത് പുതച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആൾക്കാർ അവന് പൈസ കൊടുക്കുന്നത്. ആ പുതപ്പ് കണ്ടാലേ പൈസ കൊടുക്കുള്ളൂ. ആ പുതപ്പൻ അനസ്തേഷ്യ പോലൊരു സാധനമാണ്. ആമേൻ. ഹല്ലേലൂയ. 2, പുതപ്പവൻ്റെ ബ്രെഡാണ്. ആ പുതപ്പവൻ്റെ ബ്രെഡാണ്, ആ പുതപ്പവൻ്റെ ഫുഡാണ്. അത് വിരിച്ചാണ് അവൻ രാത്രി കിടക്കുന്നത്. അതവൻ്റെ ബെഡാണ്. വെയിൽ വരുമ്പോൾ അതിൻ്റെ 4 മൂലയ്ക്ക് 4 കമ്പ് കുത്തിയിട്ട് അതിൻ്റെ കീഴിലായിരിക്കുന്നത് അവൻ്റെ ഷെഡാണ്. അതവൻ്റെ ഷെഡാണ്, അതവൻ്റെ ബെഡാണ്, അതവൻ്റെ ഫുഡാണ്, അതവൻ്റെ ബ്രെഡാണ്. പക്ഷെ വിളിച്ചത് തമ്പുരാനാന്ന് അറിഞ്ഞപ്പോൾ അവൻ്റെ ഷെഡും ബെഡും ഫുഡും ബ്രെഡും എല്ലാം വലിച്ചെറിഞ്ഞിട്ടൊരു ഓട്ടവാ. ഇന്ന് രാത്രി ആ പിച്ചക്കാരനായ ആ കണ്ണുപൊട്ടനായ ബർത്തിമായിയുടെ ഒരു വിശ്വാസമോ, ആ വിശ്വാസം ഇന്ന് രാത്രി അകത്തുള്ളവർ ഒന്ന് ആത്മാവിലൊന്ന് ആരാധിക്കാൻ തുടങ്ങ്. തമ്പുരാൻ നിനക്ക് വേണ്ടി ഇതാ ഇറങ്ങി വരുന്ന രാത്രി, വാതിൽ തുറക്കുന്ന രാത്രി, അടഞ്ഞു കിടക്കുന്ന നന്മയുടെ വാതിലുകൾ തുറക്കുന്ന രാത്രി.
ഹല്ലേലൂയ. ആമേൻ. എന്താ വാതിലിന്റെ പ്രത്യേകത? വൃത്തിമായി എന്തിനാ ഇതെല്ലാം വലിച്ചെറിഞ്ഞ്? ഉത്തരം, 40 വർഷം ഇസ്രായേൽ മക്കൾ 25 ലക്ഷം ജനത്തിന് ആമേൻ വാതിൽ തുറന്നവനാണ് വരുന്നത്. അതിനാ വൃത്തിമായി ഞാൻ എടുത്തത്. 25 ലക്ഷം ജനത്തിന് ആരും അടയ്ക്കാത്ത വാതിൽ തുറന്ന തമ്പുരാനാ വിളിച്ചത്. ഇന്ന് രാത്രി ആരാ നിങ്ങളെ തൊടുന്നതെന്ന് അറിഞ്ഞാലല്ലേ കൃപ പ്രാപിക്കാൻ പറ്റൂ. എന്നെ തൊടുന്നവൻ ആര്? എന്നെ തൊടുന്നത് ആരാ? എന്നെ പിടിച്ചിരിക്കുന്നത് ആരാ? എനിക്ക് വേണ്ടി ഇറങ്ങി വന്നിരിക്കുന്നത് ആരാ എന്നൊരു ഉറപ്പകത്ത് വേണം. ഒരു ഉറപ്പ. സ്തോത്രം. ഹല്ലേലൂയ. 40 കൊല്ലം ഇസ്രായേൽ മക്കൾക്ക് മന്ന പൊഴിഞ്ഞത് ആകാശത്തു നിന്നാണ്. ആമേൻ. ഒന്നാമത്തെ വാതിൽ ഇസ്രായേൽ മക്കൾക്ക് ദൈവം തുറന്നത് ആകാശത്താണ്. അതെന്തിനാ ആകാശത്ത് തുറന്നേ? ആർക്കും അടയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് തമ്പുരാൻ ചില വാതിലുകൾ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റില്ല. കാരണം നിനക്കെതിരായി നിൽക്കുന്ന ശത്രുവിന്റെ കൈ എത്താത്തിടത്തെ അവൻ വാതിൽ തുറക്കുവോ. ആരോടൊക്കെയോ ദൈവം സംസാരിക്കുന്നു, ആരോടൊക്കെയോ ദൈവം ഇടപെടുന്നു, ആരോടൊക്കെയോ ദൈവം ഇടപെടുന്നുണ്ട്. നിന്റെ ശത്രുവിന്, നിന്റെ എതിരാളിക്ക് കൈയെത്താത്ത ദൂരത്തിൽ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം രണ്ടാമത് തുറന്ന വാതിൽ എവിടാ? അത് പാറയിലാണ്. ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. ഈ വാതിൽ എന്ന് പറഞ്ഞാൽ എന്താ? 3.25 ചക്രത്തിന്റെ ഏതെങ്കിലും ഒരു കച്ചവടത്തിന്റെ വാതിലാണോ? അല്ല. യോഹന്നാൻ 10:9 യേശു പറഞ്ഞു, ഞാനാണ് വാതിൽ. പറ, തുറന്നു വെച്ച വാതിൽ ഏതാ? യേശുവാണ് വാതിൽ. ആരടയ്ക്കും? ആരടയ്ക്കും? ഡിക്ലെയർ ചെയ്യുന്നു. കുന്നത്തുകാലിലെ കാവിൽ പാലകരും കാട്ടുപിശാചുക്കളും അന്ധകാര ശക്തികളും സകലവിധമായ മ്ലേച്ഛ ശക്തികളും അനാശ്വാസ ശക്തികളും അശ്ലീലത്തിന്റെ ശക്തികളും മിനിസ്ട്രി ഓഫ് ഹോളിനെസിന്റെ മുമ്പിൽ ഇന്ന് രാത്രി അടിയറവ് പറയുക. കാരണം എൻ്റെ വാതിൽ യേശുവാണ്. എൻ്റെ വാതിൽ യേശുവാണ്. ഒന്ന് പറഞ്ഞോട്ടെ, വചനത്തിൽ നിന്നൊരു കാര്യം പറഞ്ഞോട്ടെ. പഴയ നിയമത്തിന്റെ 39 പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ പട്ടണവാതിൽ 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 എന്ന് പല സ്ഥലത്തും എഴുതിയിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇസ്രായേൽ ജനം, യഹൂദ ജനം പാർക്കുന്ന സ്ഥലം ഒരു പ്രത്യേക ഏരിയ ആയിരിക്കും. അവരുടെ കൃഷി വേറൊരു ഭാഗത്തായിരിക്കും. അവരൊരുമിച്ച് പാർക്കുമ്പോൾ അതിന് മതിലുകൾ പണിതിട്ട് അതിനൊരു വാതിൽ പണിയും. അതിൻ്റെ പേരാണ് പട്ടണവാതിൽ. 100 വീട്, 250 വീട്, 300 വീടൊക്കെ ഒരുമിച്ചുണ്ടാകും. ഇവർക്കെല്ലാവർക്കും കൂടെ എത്ര വാതിലേ കാണൂ? ഒറ്റ വാതിൽ. അതിൻ്റെ പേരാണ് ഗേറ്റ് ഓഫ് സിറ്റി അല്ലെങ്കിൽ പട്ടണ വാതിൽ. എന്താ ഈ വാതിലിൻ്റെ പ്രത്യേകത? നാട്ടിൽ പൊതുവിൽ റേഷൻ കൊടുക്കുമ്പോൾ, ഇന്നത്തെ പോലെ റേഷൻ കടയില്ല, ആഹാരം കൊടുക്കുന്നത് എവിടെ വെച്ചാ? പറഞ്ഞു, പട്ടണവാതിക്കൽ. അപ്പോൾ ആഹാരം വേണമെങ്കിൽ എവിടെ വരണം? പട്ടണവാതിക്കൽ വരണം. ഒരാൾ കുറ്റം ചെയ്തോ ഇല്ലയോ എന്ന് മൂപ്പന്മാർ വിധിക്കുന്നത് പട്ടണവാതിൽക്ക് വെച്ചാ. അവനെ കല്ലെറിഞ്ഞു കൊല്ലുന്നത് പട്ടണവാതിലിന്റെ പുറത്ത് വച്ച. കൊല്ലണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നത് പട്ടണവാതിക്കൽ വച്ച. തീർന്നില്ല, ബോവസ് രൂത്തിനെ വീണ്ടെടുത്തത് പട്ടണവാതിക്കൽ വച്ച. ഒരു പ്രവാചകന് പ്രവചനം കിട്ടിയാൽ അവനത് വിളിച്ചു പറയുന്നത് എവിടെ വെച്ചാ? പട്ടണവാതിക്കൽ വച്ച. വീണ്ടെടുപ്പ് പട്ടണവാതിക്കൽ, ആഹാരം കിട്ടുന്ന പട്ടണവാതിക്കൽ, പ്രവചനം വിളിച്ചു പറയുന്ന പട്ടണവാതിക്കൽ. അവിടെ കൊണ്ട് തീർന്നില്ല. ശത്രു നമ്മെ തോൽപ്പിക്കണമെങ്കിൽ അവൻ ആദ്യം പിടിച്ചെടുക്കുന്നത് എവിടവാ? പട്ടണവാതിൽ പിടിക്കും. ആമേൻ. എല്ലാ തോൽവി വരുന്നത് അതിലെ കൂടെയാ. ഇതെല്ലാം അറിയുന്ന കർത്താവ് അവരോട് പറഞ്ഞു, ഇനി ആഹാരത്തിന് പട്ടണവാതിക്കൽ പോകണ്ട, ഞാനാണ് വാതിൽ. ഇനി പ്രവചനം കേൾക്കാൻ പട്ടണവാതിക്കൽ പോകണ്ട, ഞാനാണ് വാതിൽ. ഇനി വീണ്ടെടുപ്പിന് നീ പട്ടണവാതിക്കൽ പോകണ്ട, ഞാനാണ് വാതിൽ. ഇനി നിന്നെ കല്ലെറിയാൻ ആരും വരുത്തില്ല, കാരണം ഞാനാണ് വാതിൽ.
ഇന്ന് രാത്രി യേശുവാണ് വാതിലെന്ന് പറഞ്ഞതിന്റെ ആഴം തിരിച്ചറിയുന്നവൻ ദൈവത്തെ സ്തുതിക്കുക. ഇനി നിന്റെ ജീവിതത്തിൽ എന്ത് വേണമെങ്കിലും, ഏത് കാര്യമുണ്ടെങ്കിലും, നിന്റെ വേദനകള്, നിന്റെ സങ്കടങ്ങള്, നിന്റെ പരാതികള്, നിന്റെ ആവലാതികള്, ഇത് മുഴുവൻ പറയാൻ ഇനി മൂപ്പന്മാരിരിക്കുന്ന പട്ടണവാതിൽക്കൽ പോകണ്ട. യേശു പറഞ്ഞു, ഞാനാണ് വാതിൽ, ഞാനാണ് വാതിൽ, ഞാനാണ് വാതിൽ, ഞാനാണ് വാതിൽ, എന്റെ അടുക്കൽ വാ. തോൽപ്പിക്കാൻ സമ്മതിക്കില്ല, തോൽക്കാൻ ദൈവം നിന്നെ അനുവദിക്കില്ല. പോകാം നമുക്ക്. യോഹന്നാൻ 10-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, പിന്നെയും അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. ആടുകളുടെ വാതിൽ അർത്ഥാൽ ഞാനാണ് നല്ല ഇടയൻ. സ്തോത്രം പറഞ്ഞാട്ട്. യഹൂദന്റെ രീതി അനുസരിച്ച് ആടുകളെ മുഴുവൻ കൂട്ടിനകത്തേക്ക് കയറ്റുമ്പോൾ ഇടയൻ വടി ഇങ്ങനെ പിടിക്കും. ഇടയൻ്റെ 2 സാധനങ്ങളുണ്ട്, വടിയും കോലും. ഇതിൽ വടി ഉപദേശമാണ്. വടി എന്തുവാ? ഉപദേശം. ഈ വടി ഇങ്ങനെ പിടിച്ചിട്ട് അതിനകത്തോടാണ് കൂട്ടിലോട്ട് ആടിനെ. വടിയുടെ അടിയിൽ കൂടെ പോകുന്നതിനെ മാത്രമേ എണ്ണത്തുള്ളൂ. ഓർത്തോണം, 10 മണിക്ക് ആരാധന തുടങ്ങുമ്പോൾ 11:30 വരുന്നവനെ ഒന്നും എണ്ണത്തില്ല. കാരണം വടിയുടെ അടിയിൽ കൂടെ വരുന്നത് 10 മണിക്ക് ആവശ്യം. സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. കണ്ടോ, ഇത്ര നേരം ആരാധിച്ചുകൊണ്ടിരുന്നത് ഒരൊറ്റ 10 മണിയെ ഞാൻ പറഞ്ഞുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇത്രയും വലിയ വിഷയമായോ? ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, 10 മണിക്ക് അമേൻ വരുന്നതിനെല്ലാം കർത്താവ് അങ്ങനെ കയറ്റി. അങ്ങനെ ഒരു ദിവസം എണ്ണിയപ്പോഴാണ് 99 പോയത്. സ്തോത്രം. പോട്ടെ, അത് വേറൊരു സബ്ജക്റ്റാണ്. ഇനി അടുത്ത ദൂതിലേക്ക് ഞാൻ വരാം. ആടിൻ്റെ വാതിലിന് ഗേറ്റില്ല, ആടുകൾക്ക് വാതിലിന് എന്തില്ല? യേശു പറഞ്ഞു, ആടുകളുടെ വാതിൽ ഞാനാ. ഗോദറേജിൻ്റെ പൂട്ടില്ല, അൽസേഷൻ പട്ടിയുമില്ല, നാഗാലാൻഡിലെ ഗൂർഖായുമില്ല. ആടുകളുടെ വാതിൽ ആരാ? ഇനി യേശു ഇങ്ങനെ നിൽക്കുന്നതിന് ഉദ്ദേശം പറഞ്ഞേ, പകൽ നീ സഞ്ചരിച്ച വഴികളിൽ പല ചെന്നായ്ക്കളും നിന്നെ നോട്ടമിട്ടു, പല സിംഹങ്ങളും നിന്നെ നോട്ടമിട്ടു. പക്ഷേ പാവം ആടായ നമ്മളത് അറിഞ്ഞില്ല. പക്ഷേ ഇടയനതറിയാം. സൂര്യൻ അസ്തമിക്കുമ്പോൾ മൃഗങ്ങൾ ആടിനെ കടിച്ചു കീറാൻ വരും. അപ്പൊ വാതിലായവൻ പറയുക, എൻ്റെ ചങ്കത്ത് ചവിട്ടിയിട്ടല്ലാതെ. ഇതൊന്ന് കേട്ടേച്ചെന്ന് ആരാധിച്ചേ. ഇടയൻ പറയുക, വാതിലായവൻ പറയുക, എൻ്റെ ചങ്കത്ത് ചവിട്ടിയിട്ടല്ലാതെ എൻ്റെ ഒരൊറ്റ ആടിനെ തൊടാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. ആരാ നിന്നെ ഭീഷണിപ്പെടുത്തിയേ? ആരാ നിന്നെ വെല്ലുവിളിച്ച്? ആരാ നിന്നെ തകർക്കുമെന്ന് പറഞ്ഞ്? തമ്പുരാൻ പറയാ, ദൈവത്തിൻ്റെ, എൻ്റെ കർത്താവിൻ്റെ ചങ്കത്ത് ചവിട്ടിയിട്ടല്ലാതെ അവൻ്റെ ഒറ്റ ആടിനെ തൊടാൻ സമ്മതിക്കില്ലെന്ന് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുക. സന്തോഷത്തോടെ കർത്താവിനെ സൂചിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞ ദൈവത്തോട് സൂചിച്ചാട്ടെ. ഇനിയാണ് ഞാൻ വിഷയത്തിലേക്ക് വരാൻ പോകുന്നത്. അമ്മ, നമ്മൾ ബീച്ചിൽ നിന്ന് ഇച്ചിരി നടുക്കടലിലോട്ട് പോവാ. ഇച്ചിരി ആഴമാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. ഇതുവരെ നിങ്ങൾക്ക് കേട്ടാൽ പെട്ടെന്ന് മനസ്സിലാകുമായിരുന്നു. ഇനി ഇച്ചിരി ശ്രദ്ധിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ നല്ല ആരാധിക്കാം. ആമേൻ, ഹല്ലേലൂയ. വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൽ വാതിലൂടെ കടക്കാതെ. ഒന്ന് ശ്രദ്ധിക്കാൻ, ഇച്ചിരൂടെ ഒന്ന് സ്ലോ ആയിട്ട് നമ്മൾ വായിക്കുന്നു. ശ്രദ്ധിച്ചേ. ആട്ടിൻ തൊഴുത്തിൽ വാതിലിലൂടെ. ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന യേശു കാവല് നിൽക്കുന്ന വാതിൽ വഴി കടക്കാതെ. ശ്രദ്ധിച്ചേ. വാതിൽ വഴി കടക്കാതെ. അവിടെ എന്തുണ്ട്? അവിടെ എന്തുണ്ട്? ഞാൻ പറഞ്ഞായിരുന്നു, ഇടയൻ്റെ കയ്യിൽ എന്തുണ്ട്? മറന്നുപോയി നിങ്ങൾ. വടി എന്തിനെ കാണിക്കുന്നു? ഉപദേശം. എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുക. അപ്പോൾ ഉപദേശത്തെ കാണിക്കുന്ന, അതിലെ കൂടെ പോയാൽ ഏതിനടി കൂടെ പോകാൻ പറ്റൂ? ഉപദേശത്തിന് അടി കൂടെ പോകാൻ പറ്റൂ. ഇനി പറ, ആ വാതിൽ വഴി കടക്കാതെ വേറെ വഴിയായി. അതാ ആ വാതിൽ വഴി കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ, വേറെ വാതിലിലൂടെ കയറുന്നവൻ കുന്നത്തുകാലിലുണ്ട്. ആ വാതിലിൽ കൂടെ കയറിയാൽ എന്തുണ്ട്? രക്ഷയുണ്ട്, സ്നാനമുണ്ട്. പ്രൈസ്തലോടല്ല, രക്ഷയുണ്ട്, സ്നാനമുണ്ട്, അഭിഷേകമുണ്ട്, തീയുണ്ട്, പ്രവചനമുണ്ട്, രോഗശാന്തിയുണ്ട്. മറ്റേ വാതിൽ ഇതൊന്നുമില്ല.
വാതിൽ വഴിയായി കടക്കുന്നവൻ വാചോ കള്ളനും കള്ളനും കവർച്ചക്കാരനുമാകുന്നു. അബദ്ധം പറ്റരുത്. ഒരുപക്ഷെ ഈ വാതിലിൻ്റെ അവിടെ ഒരു ലൈറ്റേ കാണുകയുള്ളൂ, മറ്റേ വാതിലിൻ്റെ അവിടെ മിന്നുകയും കെടുകയും ചെയ്യുന്ന 20 ലൈറ്റ് കാണും. പക്ഷെ അകത്ത് ഒരു ലൈറ്റ് കാണുകയല്ല, ഇരുട്ടായിരിക്കും. ഏറ്റവും വിലക്കുറഞ്ഞ സമ്മാനമാണ് ഏറ്റവും വില കൂടിയ പേപ്പറിൽ പൊതിയുന്നത്. കല്യാണത്തിനും ഹൗസ് വാമിങ്ങിനും സമ്മാനം കൊടുത്തരുമ്പോൾ സൂക്ഷിച്ചോ, മിനുമിനോന്ന് മിനുങ്ങുന്ന പേപ്പറായിരിക്കും, അകത്ത് 125 രൂപയുടെ ക്ലോക്കായിരിക്കും. സ്തോത്രം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഞാൻ തുടങ്ങിയത് ഉള്ള കാര്യങ്ങളിലേക്ക് വരാം. ഹല്ലേലൂയ, ആമേൻ. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരുപാട് ഒരുങ്ങുന്നവരെ സൂക്ഷിച്ചോ, അവർക്ക് എന്നെ കാണാൻ കൊള്ളത്തില്ലെന്നുള്ള തോന്നലുള്ളവരായിരിക്കും. എന്നെ കുഴപ്പമില്ല, എന്നെ കണ്ടാൽ തെറ്റില്ലെന്ന് എനിക്ക് തന്നെ തോന്നിയാൽ ഇട്ടേക്കുന്ന തുണി ധാരാളം മതി. എത്ര പേർക്ക് ദൂതിൻ്റെ അർത്ഥം മനസ്സിലായി? ഹല്ലേലൂയ. ഇവിടെ എല്ലാം കൃപയുള്ളവരായതുകൊണ്ട് പറയാൻ നല്ല ധൈര്യമാണ് സിസ്റ്ററെ, സത്യമാണ്. നിങ്ങളുടെയൊക്കെ മുഖത്തൊക്കെ നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, വാരി പൂശിയിട്ടൊന്നുമില്ലാത്തതുകൊണ്ട് നല്ലപോലെ പറയാം സന്തോഷത്തോടെ. നല്ലപോലെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ, കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ, ആമേൻ. യേശു പറഞ്ഞു, വീഞ്ഞുണ്ടാക്കാൻ പാത്രമുണ്ടോ എന്ന് ചോദിച്ചു. കാനാവിലെ കല്യാണ വീട്ടിൽ യേശു ചോദിച്ചു, വീഞ്ഞുണ്ടാക്കാൻ. നിങ്ങൾ ഓർക്കണം, ബെനിഗിനോ, ക്രിസോ, പോളിയോങ്കിച്ചവോ പോലെയുള്ള വമ്പൻ ദൈവദാസന്മാർ നമ്മുടെ വീട്ടിൽ വന്നാൽ അന്നേരം ബോധം കെട്ട് നമ്മൾ ചത്തുപോകും. യോ, നമ്മുടെ വീട്ടിലൊക്കെ അങ്ങനെയുള്ളവർ വന്നാൽ അവൻ ഏറ്റവും കുറഞ്ഞ പക്ഷം ഷാജിപ്പോളിൻ്റെ വീട്ടിൽ ഞാൻ ചെന്നാൽ, ഷാജിപ്പോൾ എനിക്ക് ഇരിക്കാൻ തരുന്ന കസേര ഏതായിരിക്കും? പറ. ആ വീട്ടിലെ ഏറ്റവും നല്ല, എനിക്കൊന്ന് വിശ്രമിക്കാൻ തരികയാണെങ്കിൽ ഏതായിരിക്കും മുറി തരുന്നത്? ആ വീട്ടിലെ ഏറ്റവും നല്ല മുറി. അങ്ങനെയാണ് കാനാവിലെ കല്യാണ വീട്ടിൽ യേശു ചോദിച്ചു, വീഞ്ഞുണ്ടാക്കാൻ പാത്രമുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഏത് പാത്രം വേണം കൊടുക്കാൻ? എന്നോട് പറ, ആ വീട്ടിലെ ഏറ്റവും നല്ല പാത്രം. അപ്പോഴാണ് കർത്താവ് പറയുന്നത്, അകത്തിരിക്കുന്ന പാത്രം വേണ്ട, വൃത്തികെട്ടതിരിക്കുക കാണുക പോലും വേണ്ടെന്ന് പറഞ്ഞു. കാരണം എന്ന് പറഞ്ഞാൽ മുമ്പ് വീഞ്ഞുണ്ടായിരുന്നതും അതിനകത്തോടെ ഈച്ചയും മുന്തിരിങ്ങാടെ തുളിയും കിടക്കുന്ന വൃത്തികെട്ട പാത്രം എനിക്ക് വേണ്ട, വെളിയിലിരിക്കുന്ന പാത്രം മതി എന്ന് പറഞ്ഞു. അപ്പോൾ വെളിയിലിരിക്കുന്ന പാത്രമാണെങ്കിലും കൊടുക്കാൻ നേരത്തെ നമ്മൾ എന്തോ ചെയ്യും? എൻ്റെ കൂടെ വാ, നമ്മളത് കഴുകി എൻ്റെ കൂടെ വാ, വൃത്തിയാക്കി അമേ തുടച്ച്. കർത്താവ് പറഞ്ഞു, പെയിന്റ് ഒന്നും അടിക്കണ്ട, ഇരിക്കുന്ന പോലെ കൊണ്ടുവരാൻ പറഞ്ഞു. അമേ, എനിക്ക് തരുന്ന പാത്രത്തിൽ പെയിന്റ് വേണ്ട, നീ ഇരിക്കുന്ന പോലെ തന്നെ മതി, നിന്റെ ഈ നിറം മതി, നിന്റെ ഈ രൂപം മതി. ഓ, ഇപ്പോൾ ദൈവാത്മാ പറയുന്നു, നിന്നെ എനിക്കിഷ്ടമാ, നീ തയ്യാറാണെങ്കിൽ നിന്റെ അകത്ത് വീഞ്ഞു പകരാൻ, ഈ രാത്രി നിന്റെ അകത്ത് ദൈവ ശക്തി പകരാൻ. ഓ, നിന്റെ രൂപം മാറണ്ട, നീ ഇരിക്കുന്ന പോലെ പരിശുദ്ധാത്മാ പറയുന്നു, ഹല്ലേലൂയ, നീ ഇരിക്കുന്ന പോലെ നീയും കർത്താവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നാൽ മതി, ഞാൻ നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാൻ തയ്യാറാ. സന്തോഷത്തോടെ കർത്താവിനെ സൂചിച്ചാട്ടെ. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. വേറെ വാതിൽ വഴിയായി മത്തായി 16:18 വാക്യമുണ്ട്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങളെ. അത് മലയാളത്തിൽ അങ്ങനെയാണ്. ആമേൻ. ഇംഗ്ലീഷിൽ ദ പവർ ഓഫ് ദ സൈറ്റനിക് അല്ലെങ്കിൽ പവർ ഓഫ് ഡിമോണിക് എന്നാണ്, സാത്താൻ്റെ ശക്തി എന്നെ ജയിക്കലെന്നാണ്. പക്ഷെ തമിഴ് ബൈബിളിൽ അങ്ങനല്ല. ആമേൻ. ഞാൻ കർത്തരിൻ സഭയെ കട്ടുവേൻ. അടുത്ത വാക്യം, ആമേൻ, പാതാളത്തിൻ വാസൽകൾ அதை மேற்கொள்ளாது. പാതാളത്തിൻ വാസൽകൾ, പാതാളത്തിന്റെ വാതിലുകൾ, ഓ, അതിനെ ജയിക്കയില്ലെന്നാണ് തമിഴിലെ വാക്യം. ആമേൻ, ആമേൻ. ഒരു കാര്യം ശ്രദ്ധിച്ചു കേട്ടെ, ഞാൻ എൻ്റെ സഭയെ പണിയും. സഭ ഒന്നാണ്, സിംഗുലറാണ്, ഏകവചനമാണ്. എന്നാൽ അടുത്ത വാക്യം, പാതാളത്തിൻ്റെ
വാതിലുകൾ. അത് ബഹുവചനമാണ്, അത് പ്ലൂറലാണ്, അത് ഒരുപാടുണ്ട്. ഞാൻ ദൈവാത്മാവിൽ ഇന്ന് ഈ കടശി രാത്രി പറയും, നിന്നെ തകർക്കാൻ, നിന്നെ വശീകരിക്കാൻ, നിന്നെ ആത്മമണ്ഡലം ഇല്ലാതാക്കാൻ, ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന ശുശ്രൂഷയിൽ നിന്നെ നിലനിർത്താതിരിക്കാൻ നിന്നെ വശീകരിക്കുന്ന ഒരുപാട് വാതിലുകൾ. അത് കുന്നത്തുകാലിലുണ്ട്, അത് തിരുവനന്തപുരത്തുണ്ട്, അത് കാരക്കോണത്തുണ്ട്, അത് പാറശാലയിലുണ്ട്, അത് കേരളത്തിന്റെ 14 ജില്ലകളിലുണ്ട്, അത് ഇന്ത്യയിലുണ്ട്, അത് ലോകത്തിലുണ്ട്, അത് യൂട്യൂബിലുണ്ട്, അത് ഫേസ്ബുക്കിലുണ്ട്, അത് വാട്സാപ്പിലുണ്ട്, അത് ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അതിനകത്ത് നീ വീണു പോകരുത്. അതിനകത്ത് നീ വീണു പോകരുത്. ഹല്ലേലൂയ. പോകാം, സമയമില്ല. ഒരു 4 വാതിലെന്ന് പറയാം. ഒരിക്കലും വീണു പോകാൻ പാടില്ലാത്ത 4 വാതിലുകൾ. എളുപ്പം പോകാം. ജെനസിസ്, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യം ഒന്ന് വായിച്ചോ. ആമേൻ. കായീനേ, നീ നന്മ ചെയ്യുന്നു എങ്കിൽ, കായീനേ, നീ നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദമുണ്ടാകയില്ലയോ? എനിക്ക് നിന്റെ മേൽ പ്രസാദമുണ്ടാകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ? ഇല്ലെങ്കിൽ പാപം വാതിൽക്കൽ കിടക്കുന്നു. പാപം എവിടെ കിടക്കുന്നു? അതുകൊണ്ട് ആ വാതില് സൂക്ഷിക്കണം. ആ വാതില് സൂക്ഷിക്കണം. വാതിക്കൽ എന്ത് കിടപ്പുണ്ട്? പാപം കിടപ്പുണ്ട്. ഇവിടെ നന്മ എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നു. ബൈബിളിനകത്ത് 565 സ്ഥലങ്ങളിൽ നന്മ എന്നുണ്ട്. ആമേൻ. പല വാക്കുകൾക്കും പല അർത്ഥമാണ്. ബൗണ്ടിഫുൾ എന്നുണ്ട്, വെൽത്ത് എന്നുണ്ട്, പ്രോസ്പെരിറ്റി എന്നുണ്ട്, അങ്ങനെ ഗുഡ്നെസ് എന്നുണ്ട്, വെർച്യൂ എന്നുണ്ട്. അതിൽ ഇവിടെ ഉൽപ്പത്തി 4:7 ഹീബ്രു ഭാഷയിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന YATHAB യാത്താബ് എന്നൊരു പദമാണ്. കായീനേ, നീ ചെയ്തത് യാത്താബായിരുന്നെങ്കിൽ ഞാൻ നിന്നിൽ പ്രസാദിക്കുമായിരുന്നു. എന്താ യാത്താബ്? ഉത്തരം, ദൈവത്തിൻ്റെ മനസ്സിന് ഇഷ്ടമുള്ളത് എന്നാണ് അർത്ഥം. തമ്പുരാൻ പറയാ, നീ ആരാധനയ്ക്ക് വരുമ്പോൾ, നീ ആരുമായിക്കോട്ടെ, നീ പറയുന്ന ഒരു സ്തോത്രമാകട്ടെ, നീ ഇടുന്ന ഒരു കാണിക്കയാകട്ടെ, അതൊരു യാത്താബായിരിക്കണം. അതൊരു യാത്താബായിരിക്കണം. ദൈവത്തിന് ഇഷ്ടമുള്ളത്, ദൈവത്തിന് ഇഷ്ടമുള്ളത്, ദൈവത്തിന് ഇഷ്ടമുള്ളത്. അവൻ വായിക്കേ. മലാക്കി പ്രവചനം 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. മലാക്കി പ്രവചനം 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. എന്നാൽ തന്റെ ആട്ടിൻകൂട്ടത്തിൽ, എല്ലാവരും ശ്രദ്ധിച്ചേ, നിന്റെ ആട്ടിൻകൂട്ടത്തിൽ ഒരു ആൺ ഉണ്ടായിരിക്കെ. ഒരു ആൺ എന്ന് പറഞ്ഞാൽ ആണാട്. ആണാടെന്ന് പറഞ്ഞാൽ ദൈവത്തിന് കൊടുക്കാവുന്നതിൽ നല്ല ആട് ഉണ്ടായിരിക്കെ. കർത്താവിന് നേർന്നിട്ട് ഊനമുള്ള ഒരു തള്ളയെ. കാലൊടിഞ്ഞ പേഴ്സിനകത്തിരുന്ന 10 രൂപ നോട്ട് എന്തിനാണ് ബക്കറ്റിലെടുത്തിട്ടെന്ന്? നിന്റെ പേഴ്സിനകത്ത് ആണാട് ഇരിക്കെ. എനിക്കറിയാം നിങ്ങൾ എന്തിനാ ചിരിക്കുന്നതെന്ന്. പാസ്റ്റർ, ഇത് സ്വോത്ര കാഴ്ചയ്ക്ക് മുമ്പേ പറയണ്ടേ പാസ്റ്റർ? ഞാൻ കാലൊടിഞ്ഞതെടുത്ത് ഇട്ടുപോയി. എൻ്റെ പേഴ്സിനകത്ത് നല്ല ഊനമില്ലാത്ത ആണാട് ഇരിക്കെ ഈ കാലൊടിഞ്ഞ പെണ്ണാടിനെ എന്തിനാണ് നീ ബക്കറ്റിലെടുത്തിട്ട എന്നാണ് ചോദ്യം. ദൈവത്തിന് യാഗം കഴിക്കാൻ വരുമ്പം കർത്താവിന് കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കണം. പാസ്റ്റർ, സ്വോത്ര കാഴ്ച കഴിഞ്ഞു എന്ന് വിചാരിക്കേണ്ട. ആണാട് പോകുന്നതിന് മുമ്പ് തന്നിട്ടേ പോവുള്ളൂ. അത് കുഴപ്പമൊന്നുമില്ല, ബക്കറ്റൊന്നും വേണമെന്നില്ല. കൈക്കകത്ത് മടക്കി കിടക്കും ഒരു ആണാടാണ്, മറ്റേ പെണ്ണ് അതിനകത്ത് കിടപ്പുണ്ട്, ഇത് ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. സന്തോഷത്തോടെ ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ, സന്തോഷത്തോടെ കർത്താവിനൊന്ന് സ്തുതിച്ചാട്ടെ, മനസ്സ് നിറഞ്ഞ് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. നല്ല സ്തോത്രം പറയാൻ നിനക്കറിയാം. നിന്റെ വീട്ടിൽ വഴക്കുണ്ടാക്കുമ്പോൾ നിനക്ക് എന്നാ ശബ്ദമാണ്, നല്ലപോലെ കൈയടിക്കാൻ നിനക്കറിയാം. എന്തിനാണ് ഈ പെണ്ണാടിനെ കൊണ്ട് വന്നിരിക്കുന്നതെന്ന്, എന്നിട്ട് എന്തിനാ നീ ശബ്ദമില്ലാത്ത സ്തോത്രം പറയുന്നത്? എന്തിനാ നീ കർത്താവിനെ നല്ലപോലെ ആരാധിക്കാത്ത? ഏറ്റവും നല്ലത് ചെയ്യാൻ നിനക്കറിയാമല്ലോ. പാപം വാതുക്കൽ കിടക്കുന്നു. എന്ത് ചെയ്യാൻ നിന്റെ യാത്താവ്? എവിടെ യാത്താവ്? ഏറ്റവും ദൈവത്തിന് ഇഷ്ടമുള്ളതും കൊണ്ട് വേണം വരാൻ. ഞാൻ നിങ്ങളോട് ഉറപ്പ് തരുന്നു, എൻ്റെ പേര് കെ അബ്രഹാം, ഡേറ്റ് എഴുതിയിട്ടു, എൻ്റെ അഡ്രസ്സ് എഴുതി വെച്ചു. ആമേൻ. ഞാൻ നിങ്ങളോട് ഉറപ്പ് തരുന്നു, വിശുദ്ധിയോടെ വിശ്വസ്തയോടെ നീ കർത്താവിന് ഇഷ്ടമുള്ളത് ആരാധന അത് കൊടുക്കാമെങ്കിൽ നിന്റെ കുടുംബം രക്ഷപ്പെടും. നിന്റെ കുടുംബം രക്ഷപ്പെടും. ആമേൻ. നിന്റെ മക്കൾ രക്ഷപ്പെടും. ആമേൻ. നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. യാത്താവ്
ദൈവത്തിന് ഇഷ്ടമുള്ളത് നീ ചെയ്യുന്നെങ്കിൽ ദൈവത്തിന് നിന്റെ മേൽ പ്രസാദം വരികയില്ലയോ? സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. എവിടാ പ്രശ്നം? പാപം വാതുക്കൽ കിടക്കുന്നു. ഏതാണ് ഈ പാപം? കൂട്ടു സഹോദരനെ തകർക്കുന്ന പാപം. ഒരു ഉദരത്തിൽ പിറന്നവനോട് പോലും അസൂയയുണ്ടാക്കുന്ന പാപം. കായീനിന്നില്ല, കായീനിന്ന് ഹാബേലും ഇന്ന് ഇല്ല. പക്ഷെ കായീന്യ ശക്തി, ആ കായിൻ്റെ സ്പിരിറ്റ് ഉണ്ട്. എന്താ കായിൻ്റെ സ്പിരിറ്റ്? ഒരാൾ നന്നായി പ്രാർത്ഥിച്ചാൽ വേറെ ആൾക്കത് ഇഷ്ടമല്ല. ഒരാൾ നന്നായി പ്രസംഗിച്ചാൽ എന്തിനൊരു ചുരിദാർ ഇട്ടാൽ മതിയല്ലോ. ഒരു നല്ല ചുരിദാർ ഇട്ടുണ്ട് ഒരാൾ നമ്മൾ, ഇത് കായിൻ്റെ സ്പിരിറ്റാ. കൈ പൊക്കണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. വേറെ ആർക്കും കഴിയാത്തത് ദൈവദാസൻ ചെയ്താൽ അതിനെതിരായി വ്യാപരിക്കുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്. അതിൻ്റെ വാതിൽ ശ്രദ്ധിക്കണം. അതാ പറഞ്ഞതോ, പാപം വാതുക്കൽ കിടക്കുന്നു. ഇത് കള്ളു കുടിക്കുന്ന പാപമല്ല, ഇത് മോഷണത്തിൻ്റെ പാപമല്ല, അസൂയയുടെ പാപം. മറ്റുള്ളവരുടെ നന്മ കണ്ട് അംഗീകരിക്കാൻ പറ്റാത്ത പാപം. ഓ സ്തോത്രം. ഇന്നലെ രാത്രി പേയാടെന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു പ്രസംഗം. അപ്പോൾ അവിടെ ഞാനൊരു കാര്യം പറഞ്ഞു, അതെനിക്ക് ഇവിടെ പറയാനൊരു ഇഷ്ടം തോന്നുന്നു. അതുകൊണ്ടാണ് ആൾക്കാർക്ക് ചിലർക്ക് ഇഷ്ടമല്ല. എന്താണെന്നോ, തുള്ളുന്നത്, ചാടുന്നത്, മൈക്കെടുത്തുകൊണ്ട് പ്രസംഗിക്കുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ ചോദിച്ചത്, ഇത് ഞങ്ങൾ ഏതാണ്ട് അത്യാവശ്യമുണ്ടായിട്ട് ചെയ്യുന്നതാണ്. മര്യാദയ്ക്കൊന്ന് പാടിയാൽ മതി. ആ പുള്ളി ഡാൻസ് ആടിയാൽ പാടുന്നത്. ഇതെന്തോ ചെയ്യുന്നത്? ഇതിൻ്റെ വിഷയം ഇത്രയേ ഉള്ളൂ. ഹല്ലേലൂയ. ഞാൻ ഇന്നലെ വന്നവരോട് ചോദിച്ചു, നിങ്ങൾ കല്ല് ചുമന്നിട്ടുണ്ടോ? ഉണ്ട്. പുസ്തകം ചുമന്നിട്ടുണ്ടോ? ഉണ്ട്. അരി ചുമന്നിട്ടുണ്ടോ? ഉണ്ട്. അരിയും പുസ്തകവും കല്ലും ചുമന്നുകൊണ്ട് നടന്നു പോകുന്ന ഒരാൾ അനങ്ങത്തില്ല. പക്ഷേ ഒരു ജീവനുള്ള ആടിനെ ചുമന്നുകൊണ്ട് പോയി നോക്ക്. നീ ജീവനുള്ള ഒരു ആടിനെ ചുമന്നുകൊണ്ടൊന്ന് നടന്നു നോക്ക്. നിന്റെ ദേഹത്തിരിക്കുന്നത് ജീവനുള്ളതാണെങ്കിൽ നീ അനങ്ങാതെ പോകില്ല, നീ ചലിക്കും. അങ്ങനാണ് ജീവനുള്ള ദൈവത്തെ അകത്തു ചുമക്കുന്നവൻ അനങ്ങാതിരിക്കാൻ പറ്റത്തില്ല. നിങ്ങളോട് ആരെങ്കിലും എന്തിനാ തുള്ളുന്നത്, എന്തിനാ ചാടുന്നതെന്ന് ചോദിച്ചാൽ ഇത് പറഞ്ഞാൽ മതി. കല്ലും മണ്ണും ചുമക്കുന്നവൻ ഒരിക്കലും ചലിക്കുകയല്ല. കാരണം അവൻ ചുമക്കുന്നത് കല്ലും മണ്ണും ആയതുകൊണ്ട് കല്ലും മണ്ണും അനങ്ങാതിരിക്കുന്നതുകൊണ്ട് ഇവനും അനങ്ങാതിരിക്കാം. എന്തിനേറെ മുട്ടയിടുന്നൊരു കോഴിയും കയ്യിലെടുത്തുകൊണ്ട് പോയാൽ നമ്മൾ കിടന്ന് വറക്കും. അവൻ കോഴി എങ്ങോട്ടാ പോകുന്നതെന്ന് ആർക്കറിയാം. ജീവനുള്ളതിനെ ചുമന്ന. ഇപ്പം മനസ്സിലായോ? കൃപയുള്ള അഭിഷേകമുള്ളവർ എന്തുകൊണ്ടാണ് ആരാധിക്കുന്നതെന്ന്? കാരണം നമ്മുടെ അകത്ത് ജീവനുള്ള കർത്താവിനെ. ഇനി എനിക്കത് ആ ഭാഗത്തെക്കുറിച്ച് ഒന്നേ പറയാനുള്ള സമയമില്ല, മുൻപോട്ട് പോകണം. ഒന്നേ പറയാനുള്ളൂ. എന്താ? അപ്പൻ ചോദിച്ചില്ല, ആദാം ചോദിച്ചോ? കായിനോട് ചോദിച്ചോ? അമ്മ ചോദിച്ചോ? ഇല്ല. അപ്പോൾ വിചാരിച്ചു പുള്ളി ആരും ചോദിക്കത്തില്ലെന്ന്. പക്ഷെ ആരും ചോദിക്കത്തില്ല എന്ന് വിചാരിച്ചപ്പോൾ ചോദിക്കേണ്ടവൻ ചോദിച്ചു, നിന്റെ സഹോദരൻ എവിടെ? ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ, നിങ്ങളെ വേദനിപ്പിക്കുന്നവരോട് നിങ്ങൾ ചോദിക്കണ്ട. ചോദിക്കേണ്ടവൻ ചോദിച്ചിരിക്കുമോ? ഓ റസീമൻ. ആരോടൊക്കെ ദൈവം സംസാരിക്കുന്നുണ്ട്, ആരോടൊക്കെ ദൈവം ഇടപെടുന്നു. പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ആമേൻ. ഹല്ലേലൂയ. പോകാൻ നമുക്ക്. പാപം വാതുക്കൽ കിടക്കുന്നു. ആ സന്ദർഭം നമ്മുടെ ഹൃദയത്തിരിക്കട്ടെ. വായിക്കാം 2 രാജാക്കന്മാർ 5-ാം അധ്യായത്തിന് 9-10. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 9-10. അങ്ങനെ നയമാം. ആരാം രാജാവിന്റെ സേനാനായകൻ. നമ്മുടെ കേരളത്തിന്റെ ഭാഷ പറഞ്ഞ DGP. സേനാനായകൻ എന്ന് പറഞ്ഞാൽ ആരാ? DGP. അമ്മ രാജ്യത്തിന്റെ DGP. രഥത്തോടും കുതിരകളോടും കൂടെ എലീശായുടെ വീട്ടുവാതിൽക്കൽ വന്നു നിന്നു. എവിടെ വന്നു നിന്നു? ഏലീശായുടെ വീട്ടുവാതിൽക്കൽ. നമ്മുടെ വിഷയം വാതില. എവിടെ വന്നു നിന്നു? അപ്പൊ വാതിക്കലായിരുന്നു പോണ്ട്. കണ്ടോ, ഞാൻ പറഞ്ഞു DGP. പക്ഷേ സത്യം പറഞ്ഞ കാര്യം പറഞ്ഞാൽ
നമ്മളാണേലും തുറന്നു പോകും. നമ്മളാണ് അല്ലേ DGP വന്ന് നിന്ന് ആരെ തുറക്കാത്തെ? പക്ഷേ ഏലീശ തുറന്നില്ല. ഇത് പഠിക്കേണ്ട വിഷയമാണ്. ഏലീശ എന്ത് ചെയ്തില്ല? നിങ്ങളെപ്പോഴും ഒരു കാര്യം അറിയണം, തുറക്കേണ്ട വാതിലേ തുറക്കാവൂ. നമ്മളൊക്കെ വീട് പണിയുമ്പോൾ എന്തിനാ സിറ്റ് ഔട്ട് പണിയുന്നേ? സിറ്റ്, ബാക്കി പറ, ഔട്ട്. പാലുകാരൻ എവിടം വരെ വന്നാൽ മതി? ഗ്യാസുകാരൻ എവിടം വരെ വന്നാൽ മതി? പത്രക്കാരൻ എവിടം വരെ വന്നാൽ മതി? അവനെ കിച്ചണിലോട്ട് കയറ്റരുത്. ഇപ്പോൾ നയമാൻ അവിടെ വന്ന് നിൽപ്പുണ്ട്, പ്രവാചകന്റെ വാതുക്കൽ. ബാക്കി വായിക്ക്. ഏലീശ വാതിൽ തുറന്നില്ല, ആളയച്ചു. നീ ചെന്ന് യോർദാനിൽ 7 പ്രാവശ്യം കുളിക്കാം, അപ്പോൾ നിന്റെ ദേഹം മുൻപിലത്തെ പോലെയായി നീ ശുദ്ധനാകുമെന്ന് പറയിച്ചു. ഈ സമയത്ത് നയമാൻ എന്താ വെളിയിൽ നിന്ന് ചിന്തിക്കുന്നറിയോ? അന്ന് വായിച്ചേ. അപ്പോൾ നയമാൻ ഏറ്റവും ക്രുദ്ധിച്ച് പുറപ്പെട്ടു. അവന് ഭയങ്കര ദേഷ്യമായി പോയി, ഭയങ്കര ദേഷ്യം വന്നു DGPക്ക്. അവൻ തന്നെ പുറത്തു വന്ന്, അവൻ വാതിൽ തുറന്ന് പുറത്തു വന്ന് അടുത്ത് നിന്ന് തന്റെ ദൈവമായ യഹോവയുടെ നാമത്തെ വിളിച്ചു പ്രാർത്ഥിച്ച് തന്റെ കൈ ആ സ്ഥലത്തിന്മീതെ ആട്ടി ഇങ്ങനെ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി. വിചാരിച്ചത് ശാസിച്ച് കുഷ്ഠം അവിടെ വെച്ച് തേച്ചു മാച്ച് കളയുമെന്നാ വിചാരിച്ചത്. എന്റെ കൂടെ നിൽക്കേ. പക്ഷെ പ്രവാചകൻ എന്ത് ചെയ്തില്ല? വാതില് തുറന്നില്ല. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം ഒരു കാര്യം. ഇയാൾ വന്നിരിക്കുന്നത് രഥവും കുതിരയെന്ന് മാത്രമേ അവിടെ എഴുതിയിട്ടുള്ളൂ. പക്ഷെ ഇയാളുടെ കയ്യിൽ വിലക്കൂടിയ വസ്ത്രങ്ങൾ, പൊന്ന്, വെള്ളി തുടങ്ങിയ സമ്മാനങ്ങളും ഉണ്ട്. വാതിൽ തുറന്നാൽ ആ സമ്മാനങ്ങൾ എടുത്ത് അയാൾ എവിടെ വെക്കും? ഏലീശയുടെ വീട്ടിനകത്ത് വെക്കും. ഇയാളുടെ സമ്മാനം ഏലീശയുടെ വീട്ടിനകത്ത് കയറരുത്. അതുകൊണ്ടാണ് ഏലീശ വാതിൽ തുറക്കാതിരുന്നത്. ചിലരുടെ കയ്യിൽ വേണ്ടാത്ത ചിലതുണ്ട്, അത് നിന്റെ വീട്ടിനകത്ത് കയറാതിരിക്കാൻ നീ അവർക്ക് വാതിൽ തുറക്കരുത്. നിന്റെ വാട്സപ്പിന്റെ വാതിൽ തുറക്കരുത്, നീ യൂട്യൂബിന്റെ വാതിൽ തുറക്കരുത്, നിന്റെ ഫേസ്ബുക്കിന്റെ വാതിൽ തുറക്കരുത്. വേണ്ടാത്തതൊക്കെ നിന്റെ അകത്ത് കയറി നിന്റെ ആത്മമണ്ഡലം തകർക്കാതിരിക്കാൻ. ഈ ശബ്ദം കേൾക്കുന്നവർ, കുന്നത്ത് കാലിൽ എന്നെ ശ്രദ്ധിക്കുന്നവർ, ആധുനിക ലോകത്തിൽ ജീവിക്കുന്നവരോട് ഞാൻ പറയാം, നീ വേണ്ടാത്ത യൂട്യൂബിന്റെ ചാനലുകൾ തുറന്നാൽ, നിന്റെ ഫേസ്ബുക്കുകൾ തുറന്നാൽ, ആ വാതിലുകൾ നീ തുറന്നു കൊടുത്താൽ, നിന്റെ വാട്സപ്പിന്റെ വാതിൽ തുറന്നു കൊടുത്താൽ, വേണ്ടാത്തത് നിന്റെ ജീവിതത്തിൽ കയറി നിന്നെ തകർത്ത് കളയാൻ സാധ്യത ഉള്ളത് കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, തുറക്കാൻ പാടില്ലാത്ത വാതിലുകൾ നീ തുറക്കരുത്. ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസുകളിൽ, ഇന്ന് നാം കേൾക്കുന്ന വാർത്തകളിൽ നല്ലൊരു ശതമാനം വാട്സാപ്പിന്റെ വാതിൽ തുറന്നു കൊടുത്തതാണ് പ്രശ്നം. അതുവഴി കയറി വന്നതാണ് ഈ പിശാച് മുഴുവൻ. ഒട്ടുമിക്ക പിശാചും കയറി വരുന്ന ഇതിൽ കൂടെ, വാട്സാപ്പിനകത്തൂടെ, ഫോണിനകത്തൂടെ, ഏതെങ്കിലും ഒരു വഴിക്ക്. ഒന്ന് ഇൻസ്റ്റാഗ്രാം. ഹല്ലേലൂയ. അതുകൊണ്ട് കാണുന്നതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യരുത്? ഓപ്പൺ ചെയ്യരുത്. അർത്ഥാൽ വാതിൽ തുറക്കരുത്. ചിലർ വാതിൽ തുറക്കുക മാത്രമല്ല, നീയും കൂടെ തുറന്നോടി എന്ന് പറഞ്ഞ് ഷെയർ കൂടെ ചെയ്യും. പ്രൈസലോട്. ഞാൻ തുറന്ന് നശിച്ചത് പോരാഞ്ഞിട്ട് നീയും കൂടെ നശിക്കും. പ്രൈസലോ. തുറക്കാനും പാടില്ല, ഷെയർ ചെയ്യാനും പാടില്ല. നന്മയില്ലാത്തതെല്ലാം അടച്ചു പൂട്ടാൻ ദൈവാത്മാ പറയാ. എനിക്കത് വേണ്ടെന്ന് പറയാൻ. ഇവിടെ ഒരാൾ പ്രശ്നം കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, പാസ്റ്റർ സോഷ്യൽ മീഡിയക്ക് എതിരാണോ? നോ, എനിക്ക് യൂട്യൂബ് ചാനലുള്ള ആളാണ്, ഞാൻ സോഷ്യൽ മീഡിയ പ്രസംഗിക്കുന്ന ആളാണ്. ആൾക്കാരൊക്കെ അതിലൊക്കെ അതുകൊണ്ട് സോഷ്യൽ മീഡിയ, ഫോണില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഈ ലോകത്തിൽ ഫോൺ അത്യന്താപേക്ഷിതമായ ഒരു ഘടകമായി മാറി. ആമേൻ. എൻ്റെ ഭാഷ, കെ അബ്രഹാമിൻ്റെ ഭാഷ പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഇസ് എ മാർക്കറ്റ്. സോഷ്യൽ മീഡിയ എന്തുവാ? മാർക്കറ്റ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ചന്ത. തെറ്റൊന്നുമില്ല. ആമേൻ. ഞാൻ ചോദിക്കുന്നു, ആൻറ്റിമാരോട് ചോദിക്കുന്നു, ചന്തയിൽ പോകാതിരിക്കാൻ പറ്റുമോ? മാർക്കറ്റിൽ പോകണോ വേണ്ടായോ? സൂപ്പർ മാർക്കറ്റിൽ പോകണ്ടേ? അരി മേടിക്കണ്ടേ? സാധനം മേടിക്കണ്ടേ? അപ്പോൾ സോഷ്യൽ മീഡിയ പോകണം, നല്ല പാട്ടുകൾ കേൾക്കണം, നല്ല പ്രസംഗം കേൾക്കണം. പോകണ്ടെന്ന് പറഞ്ഞില്ല, പക്ഷേ മാർക്കറ്റിൽ കിടന്ന് ഉറങ്ങരുത്.
മക്കളെ, മാർക്കറ്റിൽ പൊക്കോ, പക്ഷെ മാർക്കറ്റിൽ പോയിരുന്ന് ചോറുണ്ണരുത്. പ്രൈസ് ദി ലോർഡ്. വീട്ടിൽ വന്നിരുന്ന് ചോറുണ്ണണം, മാർക്കറ്റിൽ പോയിട്ട് വരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാവിലെ ചോദിച്ചപ്പോഴും കൊച്ചു മാർക്കറ്റില്ല, ഉച്ചയ്ക്ക് കൊച്ചു മാർക്കറ്റില്ല, രാത്രി 12 മണിക്ക് അമ്മ ചോദിച്ചപ്പോഴും കൊച്ചു മാർക്കറ്റില്ല. പ്രൈസ് ദി ലോർഡ്. ആ മാർക്കറ്റ് വേണ്ട, കൊച്ചിൻ്റെ മാർക്കറ്റ് പോകും. പ്രൈസ് ദി ലോർഡ്. ആ ദൈവാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ആമേൻ, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം വേണം, വേണ്ടെന്ന് പറഞ്ഞില്ല, പക്ഷെ വേണ്ടാത്ത വാതിലുകൾ. ഓ, എൻ്റെ കൂടെ ഇന്ന് രാത്രി ഈ പ്രസംഗം ആവശ്യമാ പാസ്റ്ററെ, ഈ ദേശത്തത് ആവശ്യമാ, ഇന്നത്തെ തലമുറയ്ക്ക് അത് ആവശ്യമാണെന്ന് ഉറപ്പുള്ളവർ ദൈവത്തെ ആരാധിക്കുക. കുന്നത്തുകാല് പറ, ഈ മെസ്സേജ് ഇവിടെ ആവശ്യമാണ്. ഇന്ന് യൂട്യൂബിനകത്ത്, ഇൻസ്റ്റാഗ്രാമില്, ഫേസ്ബുക്കില്, വാട്സാപ്പില് വേണ്ടാത്ത വാതിലുകൾ തുറന്നു കൊടുത്ത് പ്രണയിച്ചവരെ പെട്രോൾ ഒടിച്ച് കത്തിച്ച കഥകൾ, കഷായം കൊടുത്ത് കൊന്ന കഥകൾ, കഴുത്തറത്ത കഥകൾ, അറുത്ത് മുറിച്ച് പെട്ടിയിലാക്കിയ കഥകൾ, സ്വന്തം കുഞ്ഞിനെ വെള്ളത്തിൽ മുക്കിക്കൊന്ന കഥകൾ, ആറ്റിൽ ചാടി മരിച്ച കഥകൾ, MDMA-യും ബ്രൗൺ ഷുഗറും ഹാഷിഷും മരിഞ്ചുവാനയും കഞ്ചാവും നിമിത്തം തകർന്നു പോയ കഥകൾ, ഇങ്ങനെയുള്ള 100 കഥകളുടെ കാരണമെന്താ? ദൈവത്തിന് വേണ്ടാത്ത വാതിലുകൾ തുറന്നു കൊടുത്തതാണെന്ന് ഇന്ന് രാത്രി ഞങ്ങൾ ദൈവാത്മാവിൽ വിളിച്ചു പറയുക. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടാത്ത വാതിലുകൾ നമുക്കും വേണ്ട. സ്തോത്രം പറ, സ്തോത്രം പറ. ഇന്ന് രാത്രി ശക്തമായ ഒരു പ്രാർത്ഥനയും ഒരു അഭിഷേകത്തിൻ്റെ ശുശ്രൂഷയും ഇന്ന് അവസാനം ഇവിടെ വെച്ചുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രസംഗത്തിൻ്റെ പ്രധാന ഭാഗങ്ങളിലേക്ക് പോയി ഞാനത് അവസാനിപ്പിക്കും. ശക്തമായ ഒരു പ്രാർത്ഥന ഇന്ന് രാത്രി ഇവിടെയുണ്ട്. അതിനുവേണ്ടി നിങ്ങളുടെ മനസ്സും ശരീരവും ദൈവാത്മാവിൽ ഒരുക്കപ്പെട്. 1 ശമൂവേൽ 4-ാം അധ്യായം 18-ാം വാക്യം. അവൻ ദൈവത്തിന്റെ പെട്ടകത്തിന്റെ വസ്തുത പറഞ്ഞപ്പോൾ ഏലി പടിവാതിൽക്കൽ. എവിടെ ഏലി? എവിടാ വീണേ? വാതുക്കൽ, പടിവാതുക്കൽ ആസനത്തിൽ നിന്ന് പിറകോട്ട് വീണ് കഴുത്തൊടിഞ്ഞ് മരിച്ചു. മതി. ചില വാതിലുകൾ സൂക്ഷിക്കണം. ഇവിടെ എന്താ പ്രശ്നം? ഏലി പുരോഹിതൻ ഒരു വാർത്ത കേട്ടു. ഒരു വാർത്തയല്ല, സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് പല വാർത്തകളാണ്. 1, യുദ്ധം തോറ്റു. യുദ്ധം, ഫെലിസ്ത്യർ പെട്ടകം പിടിച്ചു. ന്യൂസ് നമ്പർ 2, ഫീനെഹാസും ഹൊഫ്നിയും കൊല്ലപ്പെട്ടു. ആരാത്? മക്കൾ. ഈ വാതിലിന്റെ പ്രശ്നം എന്താണെന്നറിയുമോ? തലമുറ തകരുന്നു. തലമുറ. ദൈവത്തിന് ആത്മാവ് ഒരു ദൂത് പറയാൻ പോവാ. ഷൈപാഷ, എനിക്ക് ഒത്തിരി സഭയോടൊരു വെളിപ്പാട് ഞാൻ പറയാം. എനിക്ക് ഈ സഭയിലെ മെമ്പേഴ്സ് പുറത്തുനിന്ന് വന്നവരെന്ന് അറിയില്ല. ഇതൊരു മിഷണറി ചർച്ച, ഇതൊരു മിറക്കിൾ ചർച്ച. ആമേൻ. ഇവിടുന്ന് ഒരു പുതിയ തലമുറ എഴുന്നേറ്റ് വരും. കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചങ്കും നെറ്റിയും കൊടുത്ത് ചെലവായി പോകുവാൻ മനസ്സുള്ള ഒരു തലമുറയെ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുന്ന റിവൈവൽ മിനിസ്ട്രി ഓഫ് ഹോളിനെസ്. പഠിക്കുന്ന എല്ലാവരോടും സഭയിലുള്ള കുഞ്ഞുങ്ങളോട് പറയും, നിങ്ങൾ ഈ നാട്ടിലെ ഏറ്റവും ടോപ്പ് വിദ്യാർത്ഥികളായിരിക്കണം. ഈ ചർച്ചിൽ നിന്ന് ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ വരെ ഉയരുന്നവരുണ്ടാകണം. ഈ ചർച്ചിലെ മെമ്പേഴ്സിന്റെ ഫോട്ടോകൾ പത്രത്തിൽ അവരുടെ ഡിഗ്രി ഹോൾഡിംഗ് സഹിതം അച്ചടിച്ചു വരണം. ഈ സഭ ഈ നാട്ടിൻ്റെ 108 108. 108ന്റെ പ്രത്യേകത എന്താ? എവിടെ പ്രശ്നം ഉണ്ടെങ്കിലും അവർ വിളിക്കുന്ന നമ്പറാണ് 108. ഈ സഭ കുന്നത്തുകാലിൻ്റെ 108. എവിടെ രോഗിയുണ്ടെങ്കിലും, എവിടെ പ്രശ്നമുണ്ടെങ്കിലും, എവിടെ അവൻ എന്ത് പ്രശ്നമുണ്ടായാലും 108 അവിടെ ഉണ്ടായിരിക്കണം. അവൻ ഓടിയെത്തുന്ന ഒരു കൂട്ടം. അവൻ അഭിഷക്തരായ ഒരുപാട് ദൈവദാസിമാരുള്ള ചർച്ച. ദൂത് പറയാം. ആമേൻ. 900 ഇരുമ്പ് രഥങ്ങളുള്ള സീസരെ, യാബീൻ രാജാവിൻ്റെ സേനാനായകൻ ദബോര എന്ന് പറഞ്ഞൊരു പെൺകൊച്ചിൻ്റെ പേര് കേട്ട വിറയ്ക്കും. കാരണം അവളുടെ മേലെ അഭിഷേകമുള്ളത് കൊണ്ട്. ഇതിനകത്തു നിന്ന് ചില ദബോരമാരെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ചിലരെ തൊടുന്നു.
ഇപ്പോൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില ദെബോരമാര്, ചില എസ്തേറുമാർ, പ്രാർത്ഥിക്കുന്ന ഹന്നാമാർ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സഭയ്ക്കകത്തു നിന്ന് എഴുന്നേൽക്കട്ടെ. ഈ മിഷണറി ചർച്ച് ദേശം അറിയുന്ന സഭയായി മാറാൻ ഈ അപ്പനോട് കൃപ മേടിക്കുന്നതിന് രണ്ട് സ്റ്റൈലുണ്ട്. അപ്പനിങ്ങനെ സിറ്റ് ഔട്ട് ഇരിക്കുക. മൂത്ത കുഞ്ഞ് സ്കൂളിൽ പോകാൻ യൂണിഫോമായിട്ട് ഇറങ്ങി വന്നു. അപ്പനോട് പറഞ്ഞു, അപ്പാ എനിക്കൊരു പേന വേണം. അപ്പം പറഞ്ഞു, മക്കളെ ഇന്ന് അപ്പ മാർക്കറ്റിൽ പോകുന്നുണ്ട്, മക്കൾക്ക് 1 or 2 പേന മേടിച്ചോണ്ട് വരാം. താങ്ക് യു അപ്പാ എന്ന് പറഞ്ഞിട്ട് അവള് സ്കൂൾ വണ്ടിയെ കയറാനായിട്ട് അങ്ങോട്ട് പോയി. അപ്പോഴാണ് ഇളയവൻ ഇറങ്ങി വരുന്നത്. അവനും വന്ന് അപ്പനോട് പറഞ്ഞു, അപ്പ എനിക്കൊരു പേന വേണം. അപ്പ പറഞ്ഞു, വെരി ഗുഡ്, ചേച്ചിക്ക് പേന വേണമെന്ന് പറഞ്ഞതേ ഉള്ളൂ, നിനക്കൂടെ മേടിക്കാം. ഞാൻ പറഞ്ഞു, പറ്റത്തില്ല, എനിക്ക് ഇന്ന് പേനയും കൊണ്ട് പോകണം. പിന്നെ പറഞ്ഞാ ഞാൻ ഇന്ന് കടയിൽ പോട്ടെ, മേടിക്കാം. പറ്റത്തില്ലപ്പാ, എനിക്ക് ഇന്ന് പേന വേണം. അപ്പൻ പോക്കറ്റിൽ ഇരുന്ന് പേന എടുത്ത് കൊടുത്തു. മേടിക്കുന്നതിൻ്റെ വേറൊരു സ്റ്റൈലാണ്. പറ, എനിക്കിന്നു വേണം, എനിക്ക് നാളെ അല്ല, എനിക്ക് ഇന്നു വേണം. ഓ അപ്പാ, അപ്പന് എനിക്ക് ഇന്ന് വേണമെന്ന് നീ പറഞ്ഞാൽ നിന്റെ മേലൊരു തീ ഇറക്കാൻ, നിന്റെ മേലൊരു തീ ഇറക്കാൻ, ഇന്ന് നിന്റെ മേൽ തീ ഇറക്കാൻ, ഇന്ന് നിന്റെ മേൽ ഇപ്പോൾ റൈറ്റ് നൗ, ഇന്ന് നിന്റെ മേൽ തീ ഇറക്കാൻ, ഇപ്പോൾ തന്നെ ആ തീ ഇറക്കാൻ, ഇപ്പോൾ തന്നെ ആ ദൈവശക്തി നിന്റെ മേൽ ഇറക്കാൻ, ഇപ്പോൾ തന്നെ ആ തീ നിന്റെ മേൽ കത്താൻ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമ്മുടെ ഇടയിൽ ഒരു പ്രശ്നമുണ്ട്. ആമേൻ. ഏലി പുരോഹിതൻ മക്കളെ വളർത്തേണ്ട പോലെ വളർത്തിയില്ല. യാഗപീഠത്തിൻ്റെ അകത്ത് ജനം കൊണ്ടുവരുന്ന വഴിപാടുകളുടെ ഇറച്ചി വേകുന്നതിന് മുമ്പ് മുപ്പല്ലി കൊണ്ട് കൊത്തിയെടുക്കുമ്പോൾ അരുതെന്നപ്പൻ പറഞ്ഞില്ല. അത് പുരോഹിതന്റെ വകയാ. പക്ഷെ വേകുന്നത് വരെ കാത്തിരിക്കാൻ പോലും മനസ്സില്ലാത്തൊരു തലമുറ ഒടുക്കം പെട്ടകം കൊണ്ട് കളഞ്ഞില്ലേ? തമ്പുരാൻ പറയാ, വാതുക്കൽ ആര് കിടപ്പുണ്ട്? ഏലി പുരോഹിതൻ മറിഞ്ഞു കിടക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദൂത് പറഞ്ഞു, ഒറ്റ സെന്റൻസ് ഒന്ന് പറഞ്ഞു പോയേക്കാം, വിശദീകരിക്കുന്നില്ല. വാഴയുടെ കൊല വെട്ടിയെടുക്കുമ്പം വാഴക്കൂട്ടത്തിനകത്തോട്ട് നമ്മളങ്ങ് കയറുമല്ലോ, നിറച്ച് കൊല നിൽക്കുമല്ലേ. നമ്മുടെ നോട്ടേ കോട്ടാ കൊലയില. ഈ കൊലയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നടന്നു കയറുമ്പം അതിൻ്റെ മുളച്ചു വരുന്ന കണ്ണ് ചവിട്ടി കളയരുത്. അത് അടുത്ത തലമുറയാ. എത്ര പേർക്ക് പിടികിട്ടി? ചിലൊരു കൊല എന്ന് പറഞ്ഞൊരു ഒറ്റ പോക്കാണ് ആന കരിമ്പുകാലായി കയറിയ പോലെ. നാളെ കൊല തരണ്ട ഈ ചവിട്ടി നിൽക്കുന്ന കണ്ണുണ്ടല്ലോ, അതേ കയറി ചവിട്ടി. അതുകൊണ്ട് തമ്പുരാൻ പറയാ, തലമുറയെ ശ്രദ്ധിച്ചോണം. ഈ ഇരിക്കുന്നവർ, ഈ നിൽക്കുന്നവർ, ഈ യൂണിഫോം ഇട്ടിരിക്കുന്നവർ, ഇവിടെ ഇരുന്ന് ആരാധിക്കുന്നവർ, ഇവരാണ് നാളെ തിരുവനന്തപുരത്തിലെ റിവൈവലിസ്റ്റുകൾ. ഉണർവിന്റെ രാജാക്കന്മാർ. നാളത്തെ ഉണർവിന്റെ രാജാക്കന്മാരായി ദൈവം എഴുന്നേൽപ്പിക്കേണ്ടത് ഇവരെയാ. സമയമില്ല. 2-3 ആമേൻ, ഒരിക്കലും വിട്ടുപിരിയാൻ പറ്റാത്ത 2-3 വാതിലുകളുണ്ട്. എല്ലാം ഒന്നും പറയാൻ സമയം പോരാ. പറയാം, വായിക്കാം. അപ്പോസ്തലപ്രവൃത്തികൾ 12-ാം അധ്യായം 13-14.
അപ്പോസ്തല പ്രവൃത്തികൾ 12:13-14. അവൻ പടിപ്പുര വാതിൽക്കൽ എന്ന് പറയുമ്പോൾ പത്രോസ് ജയിലിനകത്തുനിന്ന് ദൂതൻ ഇറക്കി. ഇപ്പൊ അവൻ എവിടെ വന്നിട്ടുണ്ട്? പടിപ്പുര വാതിൽക്കൽ. മുട്ടിയാറ് രോദ എന്നൊരു ബാല്യക്കാരത്തി, രോദ എന്ന് പറയുന്ന സഭയിലെ ഒരു ബാല്യക്കാരത്തി വിളി കേൾപ്പാൻ അടുത്തു വന്നു. പത്രോസിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. മതി. ഞാൻ സഭയോട് ചോദിക്കുന്നു, റിവൈവൽ മിനിസ്ട്രി ഓഫ് ഹോളിനെസ്സിനോട് ചോദിക്കുന്നു, വാതുക്ക വന്ന് മുട്ടിയാൽ വാതിൽ തുറക്കാതെ ഞങ്ങളുടെ പാസ്റ്ററാണെന്ന് തിരിച്ചറിയുന്ന എത്ര പേരുണ്ട്? സ്തോത്രം. നിങ്ങൾ ആലോചിച്ചേ, സഭ മൊത്തം ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് പത്രോസ് വിടുവിക്കപ്പെടണം. പക്ഷേ അതിനകത്തിരിക്കുന്ന ആർക്കും ശബ്ദം തിരിച്ചറിഞ്ഞില്ല. പക്ഷെ ആര് തിരിച്ചറിഞ്ഞു? രോദ തിരിച്ചറിഞ്ഞു. ഈ സഭയ്ക്കകത്ത് ചില രോദാമാരുണ്ട്. ഞാൻ നിങ്ങളെ ചൂണ്ടിപ്പറിക്കും. നിങ്ങളാണ് രോദ. ദൈവത്തിൻ്റെ ശബ്ദം തിരിച്ചറിയുന്നവർ, പ്രവാചകന്മാരുടെ ശബ്ദം തിരിച്ചറിയുന്നവർ, അപ്പോസ്തലന്മാരുടെ ശബ്ദം തിരിച്ചറിയുന്നവർ, കതകിൻ്റെ വെളിയിൽ വിടുതലുണ്ടെന്ന് അകത്തു നിന്നോണ്ട് തിരിച്ചറിയുന്നവർ. വിടുതലും രോധയും തമ്മിൽ 2 ഇഞ്ച് അകലമേ ഉള്ളൂ, ഒരു കതകിന്റെ അകലമേ ഉള്ളൂ. വിടുതൽ പുറത്തുണ്ട്. തുറക്ക് വാതിൽ തുറക്ക്, അതിന്റെ പുറത്ത് വിടുതലുണ്ട്. ഇതാ വിശ്വാസം. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ തുറക്കാൻ? ഞാനൊരു ഭ്രാന്തനാണ്. ഞാനൊരു സാധാരണ ഭ്രാന്തനല്ല, മുഴു ഭ്രാന്തനാണ്. പൗലോസിനെ കുറിച്ച് ഫെസ്തോസ് പറഞ്ഞത്, പൗലോസിന് വിദ്യാബഹിർത്തത്താൽ ഭ്രാന്ത് പിടിച്ചിരിക്കുന്നതാണ്. എനിക്ക് സുവിശേഷ ഭ്രാന്താണ്. സത്യം പാസ്റ്ററെ, ആമേൻ. എന്നാന്നറിയോ, ഞാനിങ്ങനെ എൻ്റെ മുറിക്കകത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് കിടന്നിങ്ങനെ പ്രാർത്ഥിക്കും. ഇങ്ങനെ കിടക്കും. ഞാൻ കിടന്ന് പ്രാർത്ഥിക്കുമ്പം വാതിൽ തുറക്കാനൊക്കെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ പൂട്ടൊക്കെ എടുത്ത് ഇങ്ങനെ തുറക്കും. അവിടെ വാതിലൊന്നുമില്ല. ഹല്ലേലൂയ. നമ്മുടെ ആൾക്കാർക്കൊക്കെ കേസിൽ പിടിച്ചുകൊണ്ട് പോയി പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് കസേരയില്ലാതിരിക്കാൻ പറഞ്ഞാൽ മണിക്കൂറുകൾ ഇവിടെ ഇരിക്കും. ഇങ്ങനെ SI-മാർ പറഞ്ഞിരുത്തും ചിലരെ. പക്ഷേ ഞാനങ്ങനല്ല. ഞാൻ പ്രാർത്ഥനാ മുറിയിൽ കർത്താവ് ഉണ്ടെന്ന വിശ്വാസത്തെ കാലേ പിടിക്കും, അവിടെ കിടക്കും, ഞാൻ കരയും, വാതിൽ തുറക്കും. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ കർത്താവിൻ്റെ ആ പറയുന്ന വാക്കുകൾ അങ്ങനെ തന്നെ ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ? അതൊന്ന് ആത്മാവിലൊന്ന് കണ്ടേ ദേവദാസൻ. അതാണ് എൻ്റെ പ്രത്യേകത. ഒന്ന് ആത്മാവിലൊന്ന് കണ്ട് ഒന്ന് വിഷ്വലൈസ് ചെയ്തേ. അത് സംഭവിക്കുന്നു. യെസ്, ഹല്ലേലൂയ, ആമേൻ. സമയമില്ല, എനിക്കിന്ന് വേണ്ടി പ്രാർത്ഥിക്കണം. വെളിപ്പാട് 3:20. യേശു വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. വായിച്ചോ? ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. യേശു പറഞ്ഞു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട്, പത്രോസിന്റെ ശബ്ദം കേട്ടാ തിരിച്ചറിഞ്ഞിട്ട് വേണ്ട ദൈവത്തിന്റെ ശബ്ദം കേട്ട് തിരിച്ചറിയാൻ. കർത്താവ് പറയാ, ഞാൻ വാതിൽക്കൽ ഉണ്ടെന്ന്. ഹലോ, കർത്താവ് പറയാ, ഞാൻ നിന്റെ വാതിൽക്കൽ ഉണ്ടെന്ന്. ഒരു ആമേൻ പോലും പറയുന്നു. നീ എന്റെ ശബ്ദം കേട്ട വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന്, ഇതൊന്ന് ശ്രദ്ധിക്കണേ, അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. എന്തോ കഴിക്കുമെന്ന? അത്താഴം കഴിക്കും. ദൈവത്തിന്റെ കൂടെ എന്ത് കഴിക്കുമെന്ന? ദൈവത്തിന്റെ കൂടെ ഭക്ഷണം കഴിക്കുമെന്ന്. പാസ്റ്റർ ഷാജി പോൾ ഈ ചിന്ത കുറിച്ചിട്ടു. തമ്പുരാൻ ഭക്ഷണം കൊടുത്തു വരും. തമ്പുരാന്റെ കൂടെ ഇരുന്ന് കഴിച്ചവരുടെ ചരിത്രം മാറിയിട്ടുണ്ട്. നിങ്ങൾ ഏലിയാവിനോട് ചോദിക്കുക, ചരിത്രം മാറി. അബ്രഹാമിനോട് ചോദിക്കുക, ചരിത്രം മാറി. തമ്പുരാന്റെ ഭക്ഷണം കഴിച്ചവർ. ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം. ഇനി അതിനൊരു ആത്മീയ അർത്ഥമുണ്ട്. ഇന്ന് രാത്രി എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? ജീവന്റെ അപ്പം നമ്മൾ തിന്നുകൊണ്ടിരിക്കുക. എന്തോ ചെയ്തുകൊണ്ടിരിക്കുക? ജീവന്റെ അപ്പം, വചനം. കർത്താവ് പറയുന്നു, എൻ്റെ കൂടെ ഭക്ഷിക്കുന്നവൻ എന്നെ ഭക്ഷിക്കുന്നു. അങ്ങനാണെങ്കിൽ ഇന്ന് നമ്മുടെ ചരിത്രം മാറുക. ആമേൻ. മക്കളെ, ഒരു അഭിഷേകത്തിന്റെ സ്ഥാനത്ത് അപ്പോൾ തന്നെ ഒരു അപ്പന്റെ സ്ഥാനത്ത് എന്ന് പറയാ. വിശുദ്ധിയോടെ നിന്നു.
അശുദ്ധി നിങ്ങളുടെ പഞ്ചായത്തിൽ കയറരുത്. ഞാൻ പറയുന്നു, വിശുദ്ധിയോടെ നിന്നോ, വിശ്വസ്തയോടെ നിൽക്കാമോ? നിങ്ങളുടെ നാവിനെ ദൈവം അധികാരത്തിൻ്റെ അമൻ ആയുധങ്ങളാക്കി ദൈവം മാറ്റുമോ? ദൈവാത്മാവാ പറയുന്നത്, കർത്താവിന്റെ നാമത്തിലാ പറയുന്നത്. ആമേൻ. ചരിത്രം മാറാൻ പോവാ. കുന്നത്തുകാലിന്റെ ചരിത്രം, കുന്നത്തുകാലിലെ ആത്മീയ സഭയുടെ ചരിത്രം. ചൂരച്ചെടിയുടെ ചുവട്ടിലിരുന്ന ഏലിയാവ് കനലിൽ ചുട്ട ഒരട തിന്നവന്റെ ചരിത്രം മാറി. ചാകാനിരുന്നവനെ ജീവിപ്പിച്ചെന്നല്ല, ചത്ത പലതിനെ ജീവിപ്പിക്കുന്നവനായി മാറ്റിയ ചരിത്രമാ. സ്വത്രം സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുക, കർത്താവിനെ മഹത്വപ്പെടുത്ത. സമയമില്ല. ഞാൻ ഒരിക്കൽ അവിടുത്തെ കൺവെൻഷനിൽ പ്രസംഗിച്ചപ്പോൾ പ്രസംഗമെല്ലാം തീർന്നു കഴിഞ്ഞ് ആശീർവാദമെല്ലാം പറഞ്ഞു കഴിഞ്ഞ ഒരാൾ എന്നോട് ചോദിച്ചു, പാസ്റ്ററെ, സ്നേഹത്തോടെ ഒരു ചോദ്യം ചോദിക്കുക, കുറ്റപ്പെടുത്താനല്ല, ഒരു സംശയം ചോദിക്കുക. യേശു എന്തിനാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ വന്ന് മുട്ടുന്നത്? നമ്മളെ സൃഷ്ടിച്ച കർത്താവല്ലേ, കർത്താവിന് വേണമെങ്കിൽ ഇത് തുറക്കാമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, തുറക്കാൻ പറ്റത്തില്ല, കുറ്റിയും കൊളുത്തും അകത്താന്ന് പറഞ്ഞു. കർത്താവിന് തുറക്കാൻ പറ്റത്തില്ല, കുറ്റിയും കൊളുത്തും. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, അതൊരു മണ്ടത്തരമല്ലായിരുന്നോ? കുറ്റിയും കൊളുത്തും പുറത്ത് വെച്ചാൽ പോരായിരുന്നോ സൃഷ്ടിച്ചപ്പം? കർത്താവാണല്ലോ നമ്മൾ സൃഷ്ടിച്ചത്. അപ്പം ഞാൻ പുള്ളിയോട് പറഞ്ഞു, നിന്നെ കണ്ടില്ലല്ലേ, ചോദിച്ചേച്ച് കുറ്റി കൊടുത്ത് വെച്ചേനെന്ന് പറഞ്ഞു. തമ്പുരാൻ അബദ്ധം പറ്റിയായിരിക്കും, നിന്നെ കണ്ടിരുന്നെങ്കിൽ ചോദിച്ചേച്ച് വെച്ചാനെ. ഓ പാസ്റ്റർ, അതിനല്ല, ഞാൻ നേരായിട്ട് ചോദിക്കാം. പിന്നെ ഞാൻ പറഞ്ഞു, ഇനി പറഞ്ഞുതരാം. കുറ്റിയും കൊളുത്തും പുറത്ത് വെച്ചിരുന്നെങ്കിൽ യേശുവിന് മുട്ടേണ്ട ആവശ്യമില്ല, തുറന്നാൽ മതിയായിരുന്നു. പക്ഷെ പല പിശാചും നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ തുറന്നു കയറും. എന്നിട്ട് അവസാനം നമ്മൾ നരകത്തിൽ പോകാൻ നേരത്ത് നമ്മൾ ദൈവത്തോട് പറയും, ഞാനൊന്നും അറിഞ്ഞില്ല, കുറ്റിയും കൊളുത്തും പുറത്തല്ല, അത് നിന്നെ കൊണ്ട് പറയിക്കാതിരിക്കാൻ. ഞാനൊന്നും അറിഞ്ഞില്ലെന്ന് കർത്താവ് പറയാ. ദൈവത്തിന് പോലും അകത്ത് കയറണമെങ്കിൽ നമ്മൾ തുറന്നു കൊടുത്താലേ ദൈവം അകത്ത് കയറത്തുള്ളൂ. എത്ര പേർക്ക് ആ ദൂതിന്റെ അർത്ഥം മനസ്സിലായി? കൃപയുള്ളവർ ദൈവത്തെ സ്തുതിക്കാം. സമയമില്ല എങ്കിലും ഇത് കടശി രാത്രി ആയതുകൊണ്ട്, നാളെ ക്രമീകരിക്കപ്പെട്ട യോഗം ഇവിടെ വെച്ചില്ലാത്തതുകൊണ്ട് ഇതിന് യോഗങ്ങളുണ്ട്. ഒരു വാക്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. വായിക്കാം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 32-33 പറഞ്ഞ് ഈ പ്രസംഗത്തിന്റെ അവസാന വാക്കുകൾ കഴിഞ്ഞ് നമ്മൾ എഴുന്നേറ്റ് നിന്ന് ആമേൻ ദൈവത്തിന്റെ അഭിഷേകന്മാർ ഒരു ചെറിയ വർഷിപ്പ് ലീഡ് ചെയ്യുമ്പോൾ വളണ്ടിയേഴ്സ് എല്ലാം മുമ്പോട്ട് വരണം. പ്രാർത്ഥിക്കേണ്ടവർ, കർത്താവ് എന്നെ ഉപയോഗിക്കണമേ, വരുന്ന നാളുകളിൽ കുന്നത്തുകാലിലെ സഭയുടെ ചരിത്രം തിരുത്തുവാൻ എന്നെ മാറ്റണമേ എന്നാഗ്രഹിക്കുന്നവർ, ആമേൻ, ഒരു ഇമ്പാർട്ടേഷന് വേണ്ടി, ഒരു എൻകൗണ്ടറിന് വേണ്ടി കർത്തൃകരങ്ങളിൽ വിട്ടുകൊടുക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ആമേൻ. ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ. യെസ്. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിന്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കൽ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവൻ. ഇവിടെ ക്രമീകരിച്ച് മഹായോഗത്തിന്റെ കടശി രാത്രി വിളിച്ചു പറയാം. ഈ നമ്മുടെ ചുറ്റും കാണുന്ന ഈ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അവൻ അടുത്ത വാതിൽക്കൽ കർത്താവിന്റെ വരവ്, എന്റെ പ്രാണനാഥന്റെ വരവ് വാതിൽക്കൽ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ദൈവകരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാം.